ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളെ തന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു. ഈ പകൽ അവിടുത്തെ സന്നിധി ഞങ്ങൾക്കായിരിക്കാം ദൈവത്തിക്ക് അവസരത്തിനായി സ്തോത്രം. ആത്മാവിന്റെ ദിവ്യമാകുന്ന ശക്തിയാൽ ദൈവകൃപയാൽ ഈ രാത്രി ഞങ്ങളെ നിറച്ചെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ കഴിയുന്ന കർത്താവിന്റെ സാന്നിധ്യം ഈ രാത്രി ഞങ്ങളുടെ തടി വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവിടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ഇരുട്ടി ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കടന്നു വന്ന ജനത്തിനായി സ്തോത്രങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുവരുത്തും ആദ്യയുടെ ഒന്നും പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾ ഭരിച്ചു വഴി നടത്തുന്നതിന്റെ നാമം ഞങ്ങളുടെ മഹിമപ്പെടുവാണ്ടിയായിത്തീരും. എല്ലാ നാമത്തിനും മേലായ നാമമുള്ള കർത്താവ് അവിടുന്ന് മാത്രമാകിയാൽ ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ആത്മാവിന് വേണ്ടി വഴി നടത്തിപ്പ് അനുഭവിപ്പാൻ ഈ പകൽ രാത്രി ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൃഷ്ടിയുള്ള സമയം അനുഗ്രഹപൂർണ്ണമാക്കും. സമസ്ത ദൈവത്തിനെ ഏൽപ്പിക്കുന്നു. സകല മാനവും മഹത്വം എല്ലാം യേശു കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് ചേർന്ന് കരങ്ങൾ അടിച്ച് കർത്താവിനെ പാടി നമുക്ക് മഹത്വം കരയേറ്റാം. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ. ശക്തിയോട് ദൈവത്തിന്റെ മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്, സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ നാഥൻ നാൾതോറും ചെയ്ത നന്മകൾ ഓർത്ത് പാടുക നീ എന്നും മനമേ. ചേർന്ന് കരങ്ങൾ അടിച്ച് കർത്താവിനെ പാടി മഹത്വം കരയേറ്റാം. സ്തോത്രം 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 സ്തോത്രം. നാഥന്മാർ പോലും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥന്മാർ തോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അങ്ങേ പോകാതെ ആലോചിച്ചത് ചെയ്യുന്നു. അങ്ങേ പോകാതെ ആലോചിച്ചത് ചെയ്യുന്നു. സമാധാനമായി ജീവിക്കുന്നു. ഓ ചന്ദ്രമാവിൽ ദിനം ദിനമാ, ചന്ദ്രമാവിൽ ദിനം ദിനമാ, സമാധാനമായി ജീവിക്കുന്നു. ചന്ദ്രമാവിൽ ദിനം ദിനമാ, ചന്ദ്രമാവിൽ ദിനം ദിനമാ. ഓ സ്തുതി സ്തുതി മനമേ, ഓ സ്തുതി മനമേ. നാഥന്മാർ തോറും ചെയ്യാം നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥന്മാർ തോറും ചെയ്യാം നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഓ കഷ്ടങ്ങളെ എനിക്ക് കമാടുത്ത തുണയാ, ഓ കഷ്ടങ്ങളെ എനിക്ക് കമാടുത്ത തുണയാ. ഓരവഴി നാടുനിലവേ ദേശനാമം കൊല്ലുമല്ലോ, ദേശനാമം കൊല്ലുമല്ലോ. ഓരവഴി നാടുനിലവേ ദേശനാമം കൊല്ലുമല്ലോ, ദേശനാമം കൊല്ലുമല്ലോ. ഓ സ്തുതി സ്തുതി മനമേ, അങ്ങ് സ്തുതികളി ഉണ്ടാകണേ. നാഥന്മാർ തോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥന്മാർ തോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഓ
എല്ലാ നാമത്തിനു മേലായ നാമമുള്ളവരെ സ്തുതിക്കുക. ഈ രാത്രി നമ്മെ തന്നെ ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെടാം. കർത്താവിന്റെ സാന്നിധ്യം രാത്രി നമ്മുടെ നടുവിലുണ്ടല്ലോ. 2-3 പേരുടെ നാമത്തിൽ ഇവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് വാഴ്ത്തുന്ന കർത്താവിന്റെ രാത്രി നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാം, അവിടുത്തെ കൃപ നാം അനുഭവിക്കാം, ദൈവശക്തി നാം അനുഭവിച്ചറിയുക. ഒരു രാത്രിയായി തീരേണ്ടതിനായി എല്ലാ ഹൃദയങ്ങൾ അല്പസമയം നന്ദി നിറഞ്ഞ ഹൃദയത്തോട് കർത്താവിന് സ്തോത്രം ചെയ്യാം. ആലോചന വലിയ പ്രവൃത്തി ശക്തിമാനായ ദൈവത്തിന്റെ സാന്നിധ്യം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചെയ്യപ്പെടുകയാ, വചനത്താൽ ചെയ്യപ്പെടുകയാ, വചനത്താൽ ചെയ്യപ്പെടുകയാ. അവിടുത്തെ സാന്നിധ്യം രാത്രി നമ്മുടെ നടി വെളിപ്പെടുക. ദൈവകൃപ നാം അനുഭവിച്ചറിയുന്ന രാത്രിയായി തീരുന്നത് നമ്മെ തന്നെ ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഭവനാങ്കണത്തിൽ നമുക്ക് നടക്കുന്ന ഈ ഞായറാഴ്ച വൈകിട്ടത്തെ ആരാധന നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന്, ഈ കൂട്ടായ്മ അനുഗ്രഹത്തിന് നമുക്ക് എല്ലാവർക്കും ഒരു വിടുതലിന് കാരണമാകട്ടെ. ഈ രാത്രി പരിശുദ്ധാത്മാ നമ്മോട് ഇടപെടുക. ദാസനെ ഇന്ന് രാത്രി നമ്മുടെ നടിശക്തമായി ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. കുടുംബമായി പ്രിയപ്പെട്ട ദൈവം ആദരിപ്പാൻ പ്രാർത്ഥിക്കാം. ഈ ഭവനത്തിലായിരിക്കും പിതാവിനായി മാതാവിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അത്രത്തോളം പ്രിയപ്പെട്ട ആയുസ്സും ആരോഗ്യം ദൈവം നൽകിയല്ലോ. അനർത്ഥങ്ങൾ വസനമായ പല വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വന്ന നാടി അവിടുന്ന് അത്ഭുതങ്ങളിലൂടെ വിടുതലിലൂടെ ദൈവം തന്നെ ജനത്തെ വഴി നടത്തിയല്ലോ. എല്ലാ വിശ്വസ്തകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയ മാതാവിന് പൂർണ്ണമായി സൗഖ്യം ദൈവം നൽകുക. കഴിഞ്ഞ ദിവസം നാം പ്രാർത്ഥിച്ച പ്രകാരം ദൈവം അത്ഭുതമായ വിടുതൽ നൽകിയെങ്കിൽ വീണ്ടും തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്ന ട്രീറ്റ്മെന്റ് പിന്നെ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കേണ്ടതിനാൽ സഹായിക്കുന്നവരോടുകൂടെ ദൈവത്തിന്റെ കല കൂടിയിരിക്കേണ്ടതിനാൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവത്തിന്റെ സഹായം അനുഭവിച്ചെങ്കിൽ തനിക്ക് വേദനയോ ഭാരമോ അനുഭവപ്പെടാതെ ദൈവത്തിന്റെ പ്രത്യേക കരുതൽ തന്റെ ജീവിതത്തെ അനുഭവപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കാം. ദൈവപ്രവൃത്തിക്കായി വിടുതലായി തീരേണ്ടത് പ്രാർത്ഥിക്കാം.
നിന്റെ വശത്തായിരം നിന്റെ വലതുവശത്ത് 10,000 വീഴും, എങ്കിലും അവ നിന്നോടടുത്ത് വരികയില്ല. ഈ രാത്രി അവ നിന്നോടടുത്ത് വരികയില്ലെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം ദൈവം പകരുവാൻ വിടുതലിന്റെ കരം, അത്ഭുതങ്ങളുടെ കരം നീട്ടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശാനായി കുടുംബത്തിനായി തലമുറകൾക്കായി സ്തോത്രം ചെയ്യാം. ആമേൻ ആമേൻ. മെച്ചങ്ങളിലായിരിക്കും വാത്സല്യ ഭവനത്തിനായി തലമുറകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈശാനായി കുടുംബത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പിള്ളേർക്ക് കടന്നു പ്രിയാനായി സ്തോത്രം ചെയ്യാം. മണ്ണൂരെ പ്രിയ ആമേ ഹല്ലേലൂയ. തമ്മിച്ചാനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ജോസിനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അടുത്ത് കടന്നു വന്ന പ്രിയ മകനായി മാമിയായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. പിറ്റിച്ചാന്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. തോമസിന്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. കുഞ്ഞോജാന്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥന കൂടാൻ സഹിച്ച പ്രിയാചാര്യ കുടുംബത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പിതാവിന്റെ സഹോദരിയായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സിസ്റ്റേഴ്സിനായി സ്തോത്രം ചെയ്യാം. ജീസസിനായി സ്തോത്രം ചെയ്യാം. രാമേശ്വരിയായി സ്തോത്രം ചെയ്യാം. ഈ രാത്രി നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുക ഏവരും ദൈവം അനുഗ്രഹിക്കുക. കടന്നുവരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂട്ടിവരുത്തുക. എല്ലാവർക്കും അനുഗ്രഹമായി തീരേണ്ടതിനായി ശുശ്രൂഷ പരിശുദ്ധാത്മാഭാരമേറ്റുപടി നടത്തേണ്ടതിനായി നമ്മെല്ലാവരും ദൈവത്തിന് വളരെ പ്രാർത്ഥനയോടെ ദൈവഭാഗ ദൈവത്തിനെ ആയിരിക്കുമ്പോൾ ശുശ്രൂഷ അനുഗ്രഹത്തിനായി ഈ വാത്സല്യ ഭവനത്തിനായി നിങ്ങൾ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത വിഷയങ്ങളെ സ്മരിച്ചുകൊണ്ട് എല്ലാവരും ദൈവം പ്രാർത്ഥനയായിരിക്കുമ്പോൾ കടന്നു വന്ന പ്രിയ അറിയിച്ചാൻ കുടുംബത്തെ വഹിച്ച് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം അത്ഭുതകരമായ വിടുതൽ ദൈവം നൽകിയിരുന്നു. പൂർണ്ണമായ വിടുതൽ പിന്നെയും ആ ഭവനത്തിന് ദൈവം വെളിപ്പെടുത്തേണ്ടതിനായി നാം എല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോൾ കരവാളിന് കടന്നു വരുന്ന പ്രിയ ജോർജൻ ശാരീരിക ആശ്വാസം ഭാരപ്പെടുന്നു. പൂർണ്ണമായ സൗഖ്യദാസനും ദൈവം പകരേണ്ടതിനാൽ എല്ലാവരും ദൈവത്തിന് പ്രാർത്ഥനയായിരിക്കുമ്പോൾ സഹോദരിമാരുടെ ഒരാൾക്കും സഹോദരന്മാരുടെ ഒരാൾക്കും ചുരുക്കം വാക്കുകളിൽ ദൈവത്തിനെ പ്രാർത്ഥിക്കും. ബാക്കിയുള്ളവരെല്ലാവരും വളരെ പ്രാർത്ഥന നിർഭരായി ദൈവം ഭാഗ്യമായിരിക്കട്ടെ. ഈ രാത്രി എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹമേറെ നല്ല ദൈവമേ, സ്വർഗ്ഗത്തിലെ കർത്താവേ, മനോഹരമായ കർത്താവേ, ഈ സന്ധ്യവേളയിൽ കർത്താവേ ഞങ്ങളുടെ പാദപീഠങ്ങളിലായി കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവമായ കർത്താവിടെ ജീവിതത്തിൽ ദൈവദാനമായി തന്നതിന്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്ന കർത്താവേ, പൽക്കാലം പല സ്ഥലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയങ്ങളിൽ കർത്താവേ പ്രിയഭവനത്തിൽ കടന്നു വരുവാനും കർത്താവേ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ദൈവദാനമായി തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എത്രയോ പേർക്ക് ഈ ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ എന്റെ കർത്താവ് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചല്ലോ കർത്താവേ. തന്റെ മക്കളും അവകാശങ്ങളും പ്രിയ മക്കളുമാക്കി ദൈവം തീർത്ത കൃപയ്ക്കായി നദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. അങ്ങ് തന്ന ആയുസ്സിനായി, അങ്ങ് തന്ന ആരോഗ്യത്തിനായി, അങ്ങ് തന്ന ബലത്തിനായി, അങ്ങ് തന്ന സൗഖ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾക്ക് താഴ്ച ഞങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ വിടിവിച്ച കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി കാലം കർത്താവെ പ്രിയഭവനത്തിൽ കർത്താവെ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, സന്തോഷം പ്രാപിപ്പാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രിയഭവനത്തെ ഏൽപ്പിക്കുന്നു. കർത്താവെ അപ്പച്ചനായ അമ്മച്ചിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം നീ ബലപ്പെടുത്തിയായി സ്തോത്രം ചെയ്യുന്നു. വിലയും ആരോഗ്യത്തോട് ബലത്തോടെ സൗഖ്യത്തോടെ ആയിരിക്കാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശരീരങ്ങളെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ. കർത്താവെ സൗഖ്യവും വിടുതലും ആശ്വാസവും ദൈവം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആണിപ്പെടുത്തുള്ള കരം കർത്താവെ മാതാവിന്റെ ശരീരത്തിന് വേണ്ടി കർത്താവെ ഞങ്ങളുടെ സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങളെ വഹിച്ച കർത്താവ് ഞങ്ങളുടെ വേദനകളെ ചുമന്ന കർത്താവ് അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്ന വചനത്തിലുള്ളതുപോലെ മാതാവിന്റെ ശരീരത്തിന് മേൽ ഉച്ച മുതലുള്ള കാലം വരെ കർത്താവിന്റെ കരം തൊട്ട് കർത്താവ് അവിടുന്ന് സൗഖ്യമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലല്ലോ കർത്താവ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിന്റെ കരത്തിലേക്ക് മാതാവിനെ ഏൽപ്പിക്കുന്നു. എല്ലാ ക്ഷീണാവസ്ഥകളൊക്കെ വിടിവിച്ച് ആരോഗ്യത്തോട് ബലത്തോടെ സൗഖ്യത്തോടെ ഓരോ ദിവസവും ആയിരിക്കാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തുമാറാകണമേ. ആരോഗ്യവും ബലവും ശക്തിയെല്ലാം കൊടുത്ത് കർത്താവ് സഹായിക്കുമാറാകണമേ. വാർദ്ധക്യം നരിയുള്ള കാലത്തോളം ഞാൻ ചുമക്കാമെന്ന് അറിയിച്ച ദൈവം അങ്ങ് മാത്രമാണല്ലോ കർത്താവ്. പിതാവിനെ കർത്താവോട് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിജനായി പ്രീതിയായി സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ ആത്മീയ ഭൗതികമായ എല്ലാ വിഷയത്തിനുമേലും കർത്താവിന്റെ കരം പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാലും അനുഗ്രഹങ്ങളാലും കർത്താവ് കൊടുക്കുമാറാകണമേ
സഹായിക്കുമാറാകണമേ. ഈ ദേശത്ത് കർത്താവെ ഭവനം അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുമായി കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. എന്തെങ്കിലും കുടുംബമായിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഭദ്രമായി ദൈവമേ സൂക്ഷിക്കണമേ. അവരുടെ കുടുംബ ജീവിതത്തെ കർത്താവ് ധന്യമാക്കുമാറാകണമേ. കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. നന്മകളും അനുഗ്രഹങ്ങളെ ദൈവം കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾക്കായി സ്തോത്രം ചെയ്യുന്നു. പൈതലേ ദൈവം സഹായിക്കണമേ. ആയിരിക്കുന്നില്ലെങ്കിൽ ദൈവം സൂക്ഷിക്കുമാറാകണമേ. പോക്കലും വരവിലും ജോലി കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സാന്നിധ്യവും കൃപയും കൂടെ ഇരുന്ന് ദൈവം വഴി നടത്തുമാറാകണമേ. തക്ക സമയം തക്ക ദാരിദ്ര്യത്തോടെ കർത്താവ് ഒരുക്കുമാറാകണമേ. നല്ല ഭാവി കർത്താവ് ഒരുക്കി സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യയിലായിരിക്കുന്ന ശ്രേഷ്ഠദാസനായ സ്തോത്രം കുടുംബമായി ദൈവം സഹായിക്കുമാറാകണമേ. കർത്താവ് ശുശ്രൂഷകളൊക്കെ ദൈവമാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് രാത്രി കാലഘട്ടത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. പേരുപേരായ വ്യക്തികളായി കുടുംബങ്ങളായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവ് ഹല്ലേലൂയ. സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവമേ അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ വചനം അയച്ചവരെയൊക്കെ ദൈവം സൗഖ്യമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് രാത്രി കാലവഴികളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. അന്ന് രാത്രി കാലം നല്ല ദൈവദൂതുകളെ രാത്രി കാലം ഞങ്ങളെ കൽപ്പിക്കുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലും അനുഗ്രഹമാക്കി ദൈവം തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവ്. അല്പസമയം ഞങ്ങളുടെ ബാധപ്പെടുത്തിയെങ്കിലായിരിക്കുമ്പോൾ ഏകാഗ്രതയോടെ പവിത്യോടെ ഞങ്ങളുടെ ബാധപ്പെടുത്തിയെങ്കിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം വരവിന് വേണ്ടി ഒരുക്കണമല്ല. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണേ സ്വർഗ്ഗ നല്ല പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. വിവിധ ഇടങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് കർത്താവേ പ്രിയഭവനത്തിൽ കടന്നു വന്ന ദൈവപാദപീഠത്തിലായിരിക്കാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി കാലത്തെ കൂടി ഒരു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ, ഇടപെടണമേ കർത്താവെ. അവിടുത്തെ വലിയ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കൃത്യമായി പ്രിയഭവനത്തെ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവം എന്തിന്റെ നാമത്തെ വരുത്തുന്ന കർത്താവെ പ്രിയഭവനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയഭവനത്തെ കർത്താവ് വിനയം കരങ്ങളിൽ കർത്താവ് സഹായിക്കണമേ. കർത്താവേ വാർത്തകളായി ഞങ്ങളുടെ മാതാപിതാക്കളെ രണ്ടുപേരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞാനായി പ്രാർത്ഥിക്കുന്ന ദാസനെ ബലപ്പെടുത്തണമേ. നല്ല ആരോഗ്യവും സൗഖ്യവും നല്ല പ്രത്യാശയും കൊടുക്കണമേ. കർത്താവ് കൊടുക്കുന്ന ആയുസ്സാരോഗ്യത്തോടെ ആയിരിക്കാൻ പൂർണ്ണ സമാധാനത്തോടെ ദൈവം നടത്തുമാറാമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ദാസിയോട് മനസ്സരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം വിടുവിച്ച എല്ലാ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. പൂർണ്ണമായ വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ദൈവമേ പ്രിയമാതാവിനോട് മനസ്സറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ വിടുതലും ആശ്വാസവും കർത്താവ് കൊടുക്കണമേ. വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങൾ നടക്കുന്ന അറിയിച്ചത് കർത്താവേ. ദൈവമേ പ്രിയമാമെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നല്ല പ്രത്യാശയിൽ പിന്നെയും കർത്താവ് നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിധിക്കായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. നമ്മളെ കുടുംബമായി അനുഗ്രഹിച്ച് സഹായിക്കണമേ കർത്താവേ. അവരുടെ ഓരോ വിഷയങ്ങളിലും ദൈവത്തിന്റെ അത്ഭുതകരം പ്രവർത്തിക്കണേ. ആത്മീയ ജീവിതത്തിലും ഭൗതികമായ എല്ലാ നന്മയിലും കർത്താവേ ഒരു ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായൊക്കെ ബലപ്പെടുത്തണമേ. ദാനമായ കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം കുടുംബമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം പരിപാലിച്ചു കൊള്ളണമേ. അവിടുത്തെ കൃപയിൽ പുതിയണമേ. അവരുടെ കുടുംബത്തിന് വേണ്ട എല്ലാം നന്മകൾ ദാനിച്ചിടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനായിരിക്കുന്ന സ്ഥാനം ദൈവം സൂക്ഷിക്കണമേ. ദൈവത്തിന്റെ ഭാവി ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവേ അവിടുന്ന് സഹായിക്കണമേ. തക്കതായ തുണയെ തക്കതായ സമയത്ത് ദൈവരുക്കി ദൈവത്തിനെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള കുടുംബത്തെ അനുഗ്രഹിച്ച് സഹായിക്കണമേ കർത്താവേ. തലമുറകളൊക്കെ ആയിരിക്കുന്ന സ്ഥാനം സൂക്ഷിക്കണമേ. ഈ ഭവനത്തോട് ബന്ധപ്പെട്ട എല്ലാവരെയും ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. എല്ലാവരെയും കർത്താവ് സഹായിച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ. ഇന്ന് കർത്താവിന്റെ വാദത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവരിയാവരിക്കണമേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചയക്കണമേ. ഇന്ന് കർത്താവെ ഞങ്ങളുടെ മധ്യ അയക്കപ്പെട്ട കർത്താവിന്റെ ശാസനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമേ. അവിടുത്തെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ൂടെ കേൾക്കുന്ന വചനങ്ങൾ അടികളുടെ ജീവിതത്തിലേറെ അനുഗ്രഹമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ ദൂതിനെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസനെ കർത്താവെ അവിടുന്ന് പിന്നെയും സഹായിക്കണമേ. ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ കർത്താവെ. ഈ നാളുകൾ ശക്തമായി പിന്നെയും ഉപയോഗിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കുടുംബമായവരെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഭാഗത്തിൽ അടിക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ അവിടുന്ന് സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഇന്ന് തിരുവചനത്തിലൂടെ അടികളോട്ട് ഇടപെടണമേ. ദൈവാത്മാവ് ശക്തമായി ദൈവമേ അടികളോട്ട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട അടികളെ തന്നെ ചതിക്കാതെ അത് കേട്ടനുസരിച്ച് ദൈവമേ അങ്ങയെ മുഖത്തപ്പെടുത്തുവാൻ, നിങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ, നിങ്ങളുടെ ജീവനുള്ള സാക്ഷികളായി വിശ്വസ്തയോടെ നിൽക്കാനുള്ള എല്ലാ ദൈവകൃപയും തന്ന് അവിടുത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം അവിടുത്തെ പാതകളായിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണം. സകലപേക്ഷയോടെ കേൾക്കണമേ പൊന്നുപിതാവേ. പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിയിരിക്കും. ഓർത്ത് സ്തോത്രം ചെയ്യാം. ആവശ്യമായ വിടുതലുകൾ നമുക്ക് നൽകിയിരിക്കും. ഓർത്ത് സ്തോത്രം ചെയ്യാം. ക്രൂശുമെഴുത്തിനി ഞാൻ യേശുവേ പിച്ചെൽകയാ പാരിൽ പരദേശിയായ മോശവീട്ടിൽ പോകയാ ക്രൂശുമെഴുത്തിനി ഞാൻ യേശുവേ പിച്ചെൽകയാ പാരിൽ പരദേശിയായ ഞാൻ മോശവീട്ടിൽ പോകയാ ജീവനെ പേർക്കായി വേദിച്ച നാടിനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ജീവനെ പേർക്കായി വേദിച്ച നാടിനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ക്രൂശും എടുത്തിനി ഞാനേ ഓ യേശുവേ പിൻചെല്ലുകയായി പാരിൽ പരദേശിയായ ഞാൻ മോശവീട്ടിൽ പോകയായി ജീവനെ പേർക്കായി വേദിച്ച നാടിനെ ഞാൻ പിൻചെല്ലും. ഓ എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. കൃപയാൽ ഞാൻ പിൻചെല്ലും. കൃപയാൽ ഞാൻ പിൻചെല്ലും. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഈ അനുഗ്രഹമായ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി ഇത്രത്തോളം ദൈവമക്കൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാം. ദൈവം നമുക്ക് ഒരുക്കിയ അനുഗ്രഹമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ മീറ്റിംഗിൽ നമ്മോട് ചേർന്ന് സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും ഒറ്റ വാക്കിൽ ആമേ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ദേശത്തിന്റെ വിടുതലിനായി നമ്മ ദൈവത്തിന് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം നമുക്ക് അവസരം ഒരുക്കുന്നല്ലോ. ഇവിടെ കടന്നു വന്ന എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വലിയ സാന്നിധ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ യാത്രയായിരുന്ന പല പ്രിയപ്പെട്ടവരും നമ്മുടെ നടുവിൽ കടന്നു റെഡിയായിട്ടുണ്ട്. ഇവരൊക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷമായി ഭവനത്തിന്റെ മാതാവ് ദൈവത്തോളം ആരോഗ്യം ബലം ദൈവം നൽകിയല്ലോ. കഴിഞ്ഞ ദിവസങ്ങളുടെ ട്രീറ്റ്മെന്റിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം പകരുവാൻ ഇടയായിത്തീർന്നു. നാളെ അടുത്ത ട്രീറ്റ്മെന്റ് വിധേയപ്പെടുന്നെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം ദാസിന്റെ കൂടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യും. നമ്മുടെ പ്രാർത്ഥന ദാസിക്ക് ഒരു കോട്ടയാണ്, വലിയ വിടുതലാണ്. അവയെ വീണ്ടും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദാസി വഹിപ്പാൻ ഇടയായിത്തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ രാത്രി നമ്മുടെ നടുവിൽ ഗസ്റ്റായി കടന്നു വന്ന അച്ഛനെയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ അമ്മയെ പുള്ളൂർ ടൗണിലെ ചർച്ചിൽ കടന്നു വരുവാനും ഒരുമിച്ച് ആത്മീയ കൂട്ടായ്മ അനുഭവിപ്പാൻ ദൈവം അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദാസിനോട് ചേർന്ന് കടന്നു വന്ന പ്രിയജനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് ദീർഘമായി സ്വാഗതം ചെയ്യുന്നു. ഏറിയ 40 വർഷം വർത്തമാന സഭയിൽ വികാരിയായി സേവനമനുഷ്ഠിപ്പാൻ പ്രിയച്ചന് ഭാഗ്യം ഒരുക്കി. അമ്മേൻ ഇവിടെ പുള്ളൂർ മേഖലയിൽ ഏകദേശം 10-18 വർഷം അല്ലേ, 18 അതിനോട് ബന്ധപ്പെട്ടുള്ള സമയങ്ങളിൽ ഈ അവസരം ഒരുക്കി. മണ്ണൂര് വർത്തമാന പള്ളിയിലൊക്കെ കടന്നു വന്നിട്ടുണ്ട്.
ഇന്ന് രാത്രി നമ്മുടെ നടുവിലായിരിക്കാൻ ദൈവം എനിക്ക് അവസരത്തെ വാർത്ത സ്തോത്രം ചെയ്യുന്നു. തന്റെ സാക്ഷി വചനം നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്. ഈ പകൽ മുഴുവനുള്ള ചർച്ചിന് അനുഗ്രഹമായ ആത്മീയ സന്ദേശം നൽകുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ നമ്മോട് ആവശ്യമായ ആലോചന നമുക്ക് നൽകുവാൻ ഇടയായിത്തീരും. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കാം. തുടർന്നുള്ള സമയങ്ങൾ ഏറ്റവും അധികം സമയം പ്രിയദാസിന് കൈമാറണം എന്നുള്ളത് കൊണ്ടാണ് രണ്ടാമതൊരു പാട്ട് പാടി ആരാധിക്കാൻ സമയം കണ്ടെത്തുവാൻ ഇടയായിത്തീർന്നില്ല. അവസാനം എല്ലാവർക്കും അറിയാവുന്ന പാട്ട് ചേർന്ന് കാര്യങ്ങൾ അടിച്ചു കർത്താവിനെ പാടി മൊത്തം കരയിട്ടു. തുടർന്നുള്ള സമയം കർത്തദാസിനെ ശുശ്രൂഷയ്ക്കായി ക്ഷമിച്ചു കൊടുക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവം ഭാഗ്യമായിരിക്കാൻ ഇടയായി. ജീവനില്ലല്ലോ. ഒന്നവിടെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു. താങ്ക് യു വെരി മച്ച്. അനുസരണമുള്ള കർത്താവിൽ അഭിഷിക്തനായ പാസ്റ്റർ ഷിജു അവരുകളെ, സഹധർമ്മിണി കുഞ്ഞുങ്ങളെ, ഈ ഭവനത്തിലെ അങ്കിൾ പ്രിയ തോമസ് അവരുകളെ, എൻ്റെ നാട്ടുകാരിയായ ആൻറ്റി, ഇവിടെ വന്നപ്പോഴാണ് നാട്ടുകാരിയാണെന്നറിയാം, മൈൻ കുടുംബാംഗങ്ങളെ, ഇവിടെ കടന്നു വന്ന വിശ്വാസ സമൂഹമേ, വേഗം വരുന്ന നിസ്തുലനായ യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും സ്നേഹ വന്ദനം. എൻ്റെ പേര് ഡാനിയൽ. ജനിച്ചതും വളർന്നതും ഈ ഭവനത്തിലെ ആൻറ്റിയുടെ പ്രദേശമാണ്. ഞാൻ പറയും കായംകുളം കൊച്ചുണ്ണയുടെ നാടാന്ന് പറയും, പള്ളിക്കലെന്ന് പറയുന്ന സ്ഥലത്ത്. എന്നാൽ ഇപ്പോൾ കുമ്പനാട് താമസിക്കുന്നു. 11 വർഷമായി. സ്നാനപ്പെടാൻ തീരുമാനിച്ചു, ലോഹ ഊരിക്കളയാൻ തീരുമാനിച്ചപ്പോൾ പരിമലക്കാരിയായ എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയ അമ്മ വരെ കൊടുത്തു. പട്ടിണി കിടന്ന് എന്നെ വളർത്തിയ. പക്ഷേ അമ്മയ്ക്ക് അതുകൊണ്ട് ആ പൗരോഹിത്യ പാരമ്പര്യ സാമുദായിക ബന്ധനം വെച്ചു ഞാൻ ബന്ധനം എന്ന് പറയും, വചനം പഠിച്ചപ്പോൾ അതിൽ വെച്ച് അമ്മ അങ്ങോട്ട് വിലയിരുത്തിയപ്പോൾ ഉൾക്കൊള്ളാനൊക്കുന്ന കാര്യമല്ല. ലോഹ എന്ന് പറയുന്ന ലൈഫ് ലോങ് ഓൺലൈൻ മിനിസ്ട്രിയാണ്. ഇടയ്ക്ക് വെച്ചൊന്നും ബ്രേക്കാവുന്നതല്ല. മരിക്കുമ്പോഴും കുപ്പായം തരാം. കുപ്പായം തന്നാന്നേലും സഹിക്കാം. കാപ്പയും കൂടി ഇട്ടാ അടക്കും. അതായത് 7 കൂദാശകൾക്ക് ഉപയോഗിക്കുന്ന കാപ്പ വെള്ള കുപ്പായത്തിൻ്റെ പുറമെയാണ്. അതുകൂടി ഇട്ടാ അടക്കണം. അതിലും കുറവ് വരാൻ പാടില്ല. ആ അമ്മയുടെ 2ാമത്തെ മകൻ ദീർഘനാൾ മദ്രവ സമുദായത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തേച്ച് ലോഹ ഊരിക്കളയുക, സ്നാനപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരിക്കലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അമ്മയെതിരായി. പക്ഷെ എൻ്റെ പേരിലാണ് വീട് സ്ഥലം. 20 കൊല്ലം കൊണ്ട് ഹൗസ് ടാക്സും ലാൻഡ് ടാക്സും എൻ്റെ പേരിലാണ് കൊടുക്കണം. അതുകൊണ്ട് എനിക്ക് അമ്മയെ പുറത്താക്കാം. എനിക്ക് എൻ്റെ സാധാരണ കുഞ്ഞുങ്ങൾക്കോടെ ഇപ്പം അതാണല്ലോ അഭിഭാ ദുരിറ്റാണ്. ഇങ്ങനെയല്ലേ ഇപ്പം ചുറ്റുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായമായ കഴിയുമ്പോൾ അവരെ പുറത്താക്കുക. പക്ഷേ വചനമെടുത്തുകൊണ്ട് ഇതിൻ്റെ സത്യം അനുസരിച്ച് ജീവിക്കാൻ പോവാ ഞങ്ങൾ. പെന്തക്കോസ്ത് വിശ്വാസത്തിലല്ലേ എന്താ പറയാൻ അവനെ പോലെ അമ്മയുടെ കയ്യിലോട്ട് താല്പര്യം ഞങ്ങളങ്ങ് 42 കൊല്ലം അടിപൊളി പള്ളികളിലും പാഴ്സനേജുകളിലും നല്ല ഗ്ലാമറായി ഭർത്തമേൽ ഒരു പട്ടക്കാരനായി ഗമയിൽ നടന്ന ഒരാൾ വീടും കൂടും ഇല്ലാതെ ഇറങ്ങിയാൽ സഹപ്രവർത്തകരായ അച്ഛന്മാരെന്തോ പറയും, ഷോമാരൊന്നും പറയത്തില്ല, ഒരിച്ചിലൂടെ പക്വത ഉള്ളവരായതുകൊണ്ട് ഇവരെക്കാൾ അവരെന്തോ പറയും. കോട്ടെ ആയിരക്കണക്കിന് ഞാൻ ശുശ്രൂഷ ചെയ്തായുള്ള എൻ്റെ സഭയിലായിരുന്ന ആളുകൾ, എന്നെ അറിയാവുന്ന മർത്തോമക്കാരായിട്ടുള്ള ആളുകൾ എന്ത് പറയും? നോക്കിക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. ഇതുവരെയും അച്ഛൻ he was something and somebody and now he is nothing and nobody. സീറോയായി മാറിയല്ലോ അല്ലേ? പക്ഷേ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുമ്പേ അവന്റെ രാജ്യവും നീതി. First you seek the kingdom of God and his righteousness and you will get all these things. Context, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ട് നിങ്ങൾ വിചാരപ്പെടരുത്. ഗിരിപ്രഭാഷണമാണ്, സർമൺ ഓൺ ദ മൗണ്ടിൻ്റെ ഒരു പാട്ടാണ്. പല വിഷയങ്ങൾ കർത്താവ് സർമൺ ഓൺ ദ മൗണ്ടിൽ പറയുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 5, 6, 7
അതാണല്ലോ sermon ഗിരിപ്രഭാഷണം. അത് കർത്താവ് പറയുന്നത് ഇതൊക്കെ നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? ജാതികൾ അന്വേഷിക്കും. എന്താ എന്ത് കിട്ടും, എന്ത് കൊടുക്കും, നാളെ എന്തായിരിക്കും, ഈ കൊച്ചുങ്ങളെ എങ്ങനെ കെട്ടിക്കും, വീട് എങ്ങനെ പുതുക്കും, റിനോവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും, ഞങ്ങളുടെ ഭാവി എന്തായിരിക്കും, ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നത്. രക്തത്താൽ മാന്യയായി മാന്യത ഉള്ളവളായി സ്വർഗം നമ്മളെ കണ്ടിരിക്കുക. അതുകൊണ്ട് യു ഡോണ്ട് ബി ഓവർ ആങ്ഷ്യസ്. ഇതേപ്പറ്റി ഒന്നും ഭാരപ്പെട്ട് ബി.പി കൂട്ടണ്ട, ലോ പ്രഷറും ആകണ്ട, ഹൈ പ്രഷറും ആകണ്ട, സ്റ്റെൻഡേർഡിന്റെ അവസ്ഥ വരണ്ട, ഓപ്പൺ ഹാർട്ട് സർജറി നടത്തേണ്ട കാര്യമില്ല. Put your burden on the Lord, upon the Lord. ഇവയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് ആരറിയുന്നു? സ്വതന്ത്രം പറഞ്ഞേ. അനുഭവിച്ചറിഞ്ഞവര് വചനം ഏറ്റെടുക്കുന്നവര് സ്വതന്ത്രം പറഞ്ഞു. ഞങ്ങൾ വചനം അനുസരിക്കാൻ വചനത്തിന്റെ വെളിപ്പാട് ലഭിച്ചപ്പോൾ ഒരു ഉറച്ച തീരുമാനമാണ് വീട്ടിൽ നിന്ന്. ഇന്ന് പകൽക്കാലം ചർച്ചില് എന്റെ സഹധർമ്മിണി സാക്ഷ്യമാണ്. ഇപ്പൊ അതിന്റെ സമയമല്ല, ഞങ്ങൾക്ക് രാത്രി തന്നെ കുമ്പനാട്ട് പോകേണ്ടത്. തിരുവല്ലായും കോഴഞ്ചേരിക്കും ഇടയ്ക്കാണല്ലോ കുമ്പനാട്. അപ്പൊ അവിടെ പോകേണ്ടതാണ്. അതുകൊണ്ട് എന്റെ വണ്ടിയായിട്ട് കുഴപ്പമൊന്നുമില്ല. കർത്തദാസൻ നമ്മുടെ സഭയിൽപ്പെട്ട ആളും, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. രക്ഷിക്കപ്പെട്ട ദൈവദാസന്. പക്ഷെ ലേറ്റായാലും ഒരു ആത്മാവെങ്കിലും ദൈവഭാഗത്ത് വരട്ടെ എന്ന് കണ്ട് ഇരിക്കും. ഇത് നേരം എന്തിന് അദ്ദേഹത്തിന് സഹോദരമണി ഒറ്റയ്ക്ക് ഉള്ള സുഖമില്ലായിരിക്കാം. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവകൽപ്പന അനുസരിപ്പാൻ തയ്യാറായി. എന്നാൽ അതിന്റെ പിന്നാമ്പുറം പറയാം. ദീർഘനാൾ എന്റെ സഹധർമ്മിണി സ്നാനപ്പെട്ടതിന് ശേഷം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഇന്ന് പകൽക്കാലം ചർച്ചിൽ പറയും. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയും. 14-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. ആശാര്യ ഉപദേശ സ്നാനപ്പെട്ടു. കറുതീർന്ന മർത്തോമാക്കാരായിരുന്നു അവർ. എൽദോ പിന്നെ നെടുവേലി മുക്കിനടുത്ത് പുതിയത്ത് തോമ്പിൽ എന്നൊക്കെ പറയും. ആ രണ്ടും അറിയപ്പെട്ട കുടുംബങ്ങൾ. അതായത് നമ്മുടെ നെടുവേലും തെക്കേമല തൊട്ട് പത്തനംതിട്ട വരെ ചെന്ന റോഡിന്റെ രണ്ട് സൈഡിലുള്ള ഒരു 75% എന്റെ അമ്മായിപ്പന്റെ അമ്മായിമ്മയുടെയും വീടുകൾ. ഇവരിപ്പോൾ പുല്ലുപ്പ താമസിക്കാം, ഒറ്റ വീട് മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ഒരു എപ്പിസ്കോപ്പൽ സഭയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഡീപ്പ് റൂട്ടഡായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചതാണ്. അതിന്റെ മദറിലേക്കുണ്ടായ ഒരു മാരകമായ അസുഖം അന്ന് യെസ് ബാക്ക് അറിയപ്പെട്ട ആശുപത്രികളിലും ഡോക്ടർമാരടുത്തും അലോപ്പതി, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി എല്ലാ പൊതിയും കഴിച്ചു. ഫലം നാസ്തി, ഒരു ഗുണം ഉണ്ടായില്ല. അച്ഛനെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇത് അച്ഛൻ ക്ഷമിക്കണമേ, ഇവിടെ ആരൊക്കെയാ വന്നിരിക്കുന്നത് എനിക്ക് പിടിയില്ല, നോക്കട്ടെ, ആഭരണമൊക്കെ ഇട്ടോടൊക്കെ ഉണ്ടായിരിക്കാം, സദൈവം എന്നോട് ക്ഷമിക്കും. ഞാൻ ഇന്നൊരു ബന്ധക്കോസ്തല്ല, ഞാൻ അങ്ങ് വീട്ടിൽ ചെല്ലുന്ന ഞാൻ തുമ്മാനിടയാക്കണ്ടേ. പാസ്റ്റേ വെളുക്കാൻ തേച്ചത് പാണ്ടായത് എന്നെ വിളിച്ചു വരുത്തി. പാസ്റ്റർക്ക് എനിക്ക് ദോഷമൊന്നുമില്ല, എന്തിനും തയ്യാറെടുത്ത് ഇറങ്ങിയിരിക്കുക. അടിക്കാൻ വരെ വന്ന സമുദായക്കാരുണ്ട്, അടിക്കാൻ വാളകത്ത് വെച്ച്, അല്ലെ അത് തന്നെ വാളകത്ത് വെച്ച്. പക്ഷെ ഉയരത്തിലെ കൈവപ്പുള്ളതുകൊണ്ട് ഈ ലോക മനുഷ്യൻ കൈവച്ചില്ല. വണ്ടിയുടെ ടയർ അഴിച്ചു വിട്ടും അങ്ങനെ സ്വഭാവം പലതും അനുഭവിച്ച ആളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പട്ടക്കാരെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ ഒക്കുന്നതല്ല ഈ വിഷയം. അഭിഷിക്തരായ സാധാ വ്യക്തി മതി, ഒരു പട്ടക്കാരനും വേണ്ട. അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി ഈ വിഷയത്തോട് മല്ലടിച്ച് പൈശാചിക ബന്ധനങ്ങളെ ഫലസിച്ചാൽ വിടുതൽ അനുഭവിച്ചൊരു സ്വതന്ത്രം പറ. അച്ഛൻ എന്റെ സുഹൃത്ത് സീനറ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. എന്റെ ഡോക്ടറിനോട് വീടിനടുത്ത് അച്ഛൻ താമസിക്കുന്നു. പക്ഷേ ആശാര്യ ഉപദേശിയും അവർ ടീമിനെ വിളിച്ച് മർത്തമേൽ നിൽക്കുമ്പോൾ തന്നെ പെന്തക്കോസ്ത് ആരാധന നടത്തി. ഫാസ്റ്റിംഗ് പറയാം. സെക്കൻഡ് ഡേയിൽ മിറാക്കിളസ് ക്യൂർ. എത്ര ഡോക്ടർമാരുടെ പുറകെ പോയി, എവിടെല്ലാം ഏതെല്ലാം ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്സ് നടത്തി, യാതൊരു പുരോഗമനം ഉണ്ടായില്ല. അഭിഷിക്ത ദാസന്മാരിരുന്നു, കുടുംബം ദൈവസന്നിധിയിരുന്നു. കരഞ്ഞപ്പോൾ our Lord is eager to hear and slow to anger.
നമ്മുടെ ദൈവം കേൾപ്പാൻ വേഗതയുള്ളവൻ. Praise the Lord, praise the Lord, praise the Lord. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനാണ്. അത്ഭുതകരമായ വിടുതൽ. അപ്പൊ പിന്നെ അവിടെ നിൽക്കൂ, അനുഭവം വന്നാൽ നിൽക്കൂ. അങ്ങനെയുള്ളവരെ ഓർത്ത് നന്ദിയോടുകൂടി ഞാൻ ദൈവത്തെ അന്ന് അഭ്യസിച്ചു, സ്നാനപ്പെട്ട് അഭ്യസിച്ചായിരുന്നു. പിന്നെ വീണ്ടും ലോഹയൊക്കെ ഈ കത്തനാരിൽ ബസ്ക്യാമിയായിട്ട് സ്വീകരിച്ചു. എന്താന്ന് ചോദിച്ചാൽ ക്ഷമിക്കണം പറയേണ്ടി വന്നത് 73 മാർച്ചിലാണ് ഞങ്ങളുടെ കല്യാണം ക്രിസ്മസ് തിരുമേനി നടത്തി. ഈ വീട്ടിൽ വന്ന് താമസം അദ്ദേഹത്തിന്റെ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ താമസം ചെയ്ത് കൊമ്പനാണ് വട്ടക്കോട്ട കലമണ്ണിൽ. ഞാൻ അമ്മനസന്റെ മോനാണല്ലോ ബിഷപ്പ് ക്രിസ്മസ് തിരുമേനി. ഞാൻ പറയട്ടെ, വളരെ വേദനാജനകമായ അനുഭവത്തിൽ കൂടെ ഞാൻ പറയുകയാണ്. അവരെ മുടക്കി, അവരെ അങ്ങനെ പെന്തക്കോസ്തിൽ നിന്നു. പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ വിവാഹാലോചന വന്നപ്പോൾ അന്ന് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള അലയൻസ് ഇല്ല. എന്താണെന്നറിയാമോ? ക്ഷമിക്കണം, അന്ന് അങ്ങും ഇങ്ങുമൊക്കെ വിരളെ രണ്ടാം പെന്തക്കോസ്തുകാരെ, പ്രത്യേകിച്ച് ആ ഏരിയ. പുള്ളി ഒരു ലാൻഡ് ലോഡ്. ഇന്ന് ഈ സഹോദരനെ ഞാൻ പറയാൻ കാണുന്ന ഏരിയ മുഴുവൻ എൻ്റെ വൈഫ് പോയിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം അവരുടേതാണ്. ഇപ്പോഴും ഇതുവരെ ഒരു സെന്റ് പോലും വിട്ടിട്ടില്ല. അദ്ദേഹം നോക്കിയപ്പോൾ ഈ രക്ഷിക്കപ്പെട്ടതാണോ ഗുണപ്പെട്ടതാണോ അഭിഷേകം പ്രാപിച്ചാണെന്നല്ല അദ്ദേഹം നോക്കിയത്. ഇതിന് തക്ക ഒരാളിനെ അന്നില്ലായിരുന്നു. ഇപ്പം മുഴുവനും ഉഗാണ്ടയിലും ഹൂസ്റ്റണിലും ബോസ്റ്റണിലും നാട്ടിലെങ്ങും ആരുമില്ല. ഇപ്പൊ പെന്തക്കോസ്തുകാരെ ദൈവം ഭൗതികമായി അനുഗ്രഹിച്ചാൽ ആരെയും അനുഗ്രഹിച്ചിട്ടില്ല. എന്നിട്ട് എന്താണ് മിണ്ടായിരിക്കും? എന്താണെന്നറിയാമോ? ഇതെടുത്തുകൊണ്ട് ഇറങ്ങിയോണ്ട് സമുദായം വിട്ട്, പൗരോഹിത്യം വിട്ട്, പാരമ്പര്യം വിട്ട് ഇതെടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോ തമ്പുരാൻ എന്ത് ചെയ്തു? എന്നെ മാനിക്കുന്നവനെ തമ്പുരാൻ അങ്ങ് അനുഗ്രഹിച്ചു. ഒത്തിരി കഷ്ടപ്പെട്ടതാ, ഒത്തിരി കർത്തൃദാസന്മാർ ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ എന്ത് സുഖമായി പ്രാർത്ഥനയിൽ ജീവിച്ചവരാ. ഇപ്പോഴും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഭാഷന്മാരുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാലത്തായിരുന്നവർ ഇപ്പൊ എവിടാന്നറിയാമോ? വിദേശ രാജ്യങ്ങളിലാ കുഞ്ഞുങ്ങളുമായി തമ്പുരാനെ മാനിച്ചറിഞ്ഞപ്പോൾ. അങ്ങനെയാണ് ഈ കത്തനാരെ പിടിച്ചേൽപ്പിച്ചത്. അവരുടെ കൊച്ചമ്മ എങ്ങനെങ്കിലും അവരെ തിരികെ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്തൊരു എന്നെ ട്രാപ്പിൽ കൂടെ കൊണ്ടുവന്ന. പക്ഷെ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്, ഉറവശി ശാപം ഉപകാരം. അന്ന് മുതൽ പുള്ളിക്കാരി ഇരുന്നങ്ങോട്ട് ചാരപ്രവൃത്തി തുടങ്ങി. ഞാനൊരു കാലം കൂടെ എടുത്ത് ലോഹയുടെ കോളർ ഇട്ടുകൊണ്ട് രാവിലെ കുഞ്ഞാടുകളെയും മുട്ടാടുകളെയും തേടി ഇങ്ങനെ കിടന്നു. 10, 200, 150, 300 അന്ന് 150, 200 ഉള്ളൂ. ഞാൻ 600 ഫാമിലീസ് ഉള്ള ചർച്ചിലൊക്കെ ഇരുന്നാണ്. ഈ രാത്രി രാവിലെ അങ്ങ് ഇറങ്ങുമ്പോൾ പുള്ളിക്കാരുടെ പരിപാടി പായം എടുത്തിട്ട് പാഴ്സനയിൽ ആരെങ്കിലും കിട്ടി അവരെ കൂടെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കും. എന്തുവാ? കർത്താവേ എൻ്റെ പ്രൊഡക്ഷൻ ഞാൻ പിന്മാറ്റത്തിൽ ബാക്ക് സ്ലൈഡിങ് അനുഭവത്തിലേക്ക് ക്ഷമിക്കുക. കുറവ് ഏറ്റു പറഞ്ഞു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിഷയം ഒന്ന്, മോനുണ്ടായി, മോളുണ്ടായി. എൻ്റെ ബന്ധനം വഴിയാണോ അച്ഛൻ്റെ, പിന്നെ കുഞ്ഞുങ്ങളുടെയും ബന്ധനം വഴിയാണ്. സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേട്ടു. എൻ്റെ മോൻ പഠനമൊക്കെ കഴിഞ്ഞു, ഡിഗ്രിയൊക്കെ എടുത്തു, കമ്പ്യൂട്ടർ 2 കൊല്ലം പഠിച്ച് അവൻ ദുബായി പോയി. കത്തനാറുടെ സീമന്തപുത്രൻ പറഞ്ഞായിരിക്കാനാ പ്രാർത്ഥന സ്വീകരിക്ക. ഇത് മാത്രം കേട്ട് വളർന്ന കുഞ്ഞ് അവിടെ ചെന്ന് സ്നാനപ്പെട്ടു. സുവിശേഷത്തിന്റെ അജയമായ ശക്തിയാണ്. നരഭോജികളെ നരസ്നേഹികളാക്കുന്ന ഫുള്ളി ഇമ്പോസിബിൾ നോ ഹോപ്പ് എന്ന് പറയുന്നിടത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. Our God is a God of wonders. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. പറഞ്ഞാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാനിവിടെ നിൽക്കുന്നത് അത്ഭുതത്തിലേക്ക് അത്ഭുതം. എന്റെ കുടുംബം ദൈവമേ നിൽക്കുന്നത് അത്ഭുതത്തിൽ അത്ഭുതം. നമ്മളെല്ലാം അർഹതയില്ലാത്ത സ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും വലിയ അത്ഭുതം. മോൻ
കന്നി എന്നാൽ കന്നും കൂട്ടത്തിൽ പറ്റിയ വെങ്കൊച്ചു വന്ന് ഭർത്തമേലൊരു റാന്നി SC സ്കൂളിലെ ടീച്ചറിൻ്റെ മോളാണ്. റിട്ടയർ ചെയ്ത് വയ്യായിരിക്കാം. അത് സമാജ സുവിശേഷ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലുള്ള കൺവെൻഷൻ പ്രസംഗനായ റിസോഴ്സ് പേഴ്സണും ആ മോള് ജ്ഞാനപ്പെട്ട രഹസ്യമായി ദൈവകൃപയാൽ 22 കൊല്ലങ്ങളുണ്ട്. ഇവിടെ അടുത്ത AG-യിൽ മരിച്ചൊരു എബ്രഹാം പാസ്റ്റർ ഉണ്ട്. 8 കൊല്ലത്തിനുണ്ട് ഞാൻ വന്ന ആശംസ സംസ്കാരം അദ്ദേഹത്തിൻ്റെ ചർച്ചിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രദറൊക്കെ മിനി സാർ പാസ്റ്ററൊക്കെ അവിടെ ശുശ്രൂഷ ചെയ്യും. ആ ചർച്ചിൽ 22 കൊല്ലം കൊണ്ട് കത്തനാറുടെ ബന്ധുക്കോസിലാണ്. ഞാൻ പറയുമോ, പ്രസവിച്ച് 56 കഴിയുന്ന നവജാത ശിശുവിനെ മാമോദിസാമുക്കൊണ്ടിരിക്കുന്ന കത്തനാര് പറയുമോ നീ പോയി സ്നാനപ്പെടണം, പെടരുതെന്നല്ലേ പറയത്തുള്ളൂ. പറഞ്ഞില്ലേ അനന്തരം, പറയാൻ തമ്പുരാൻ അനുവദിച്ചില്ല എന്നെ. മോൻ വിളിച്ചു പറഞ്ഞു, പപ്പാ there is a compulsion from within, so I cannot but obey the commandment of the Lord. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വചനത്തിന്റെ വെളിപ്പാട് തരുന്നു. അതുകൊണ്ട് എനിക്ക് ഉയരത്തിലെ പപ്പായ അല്ലാതെ ഈ വിഷയത്തിൽ പപ്പായ അനുസരിക്കാൻ തയ്യാറല്ല. ഇത് പറഞ്ഞപ്പോൾ എന്റെ വോക്കൽ കോഡിൽ ആരോ കയറി പിടിച്ചു. ഫോണിക്കൂടാ, പാഴ്സനയിലെ ലാൻഡ് ഫോണാ ഞാൻ എടുത്ത് സംസാരിക്കുക. എന്നെ കൊണ്ട് ഒറ്റ വാക്ക് പറയാൻ ദൈവം അനുവദിച്ചില്ല. മോള് കൊട്ടാരക്കര ടൗൺ മർത്തമേല കെട്ടിച്ചു. മോനെ മർത്തമേ തന്നെ മോന്റെ, ഞാൻ പറഞ്ഞല്ലോ സാറിന്റെ മോളാന്ന് പറഞ്ഞു. മോളെ കൊട്ടാരക്കര ടൗൺ മർത്തമ ചർച്ചിൽ നമ്മുടെ ജൂബിലി മന്ദിരത്തിൽ വെച്ച്, നമ്മുടെ എന്ന് പറയുമ്പോൾ മർത്തമക്കാരായിട്ടുള്ളവരുടെ അറിയാം. ജൂബിലി മന്ദിരത്തിൽ ആ ചാപ്പല്ല കല്യാണം നടത്തി. അവളും മുസഫ എന്ന് പറയും, അബുദാബിയിൽ നിന്ന് ഒരു 15-20 മിനിറ്റ് യാത്ര ചെയ്താൽ പോകാം, ഇൻഡസ്ട്രിയൽ ഏരിയ. അവിടെ പോയി അവളും സ്നാനപ്പെട്ടു. അവൻ രഹസ്യമായി സ്നാനപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ കൈവപ്പ് ശുശ്രൂഷ എപ്പോഴും നടന്നേനെ വീട്ടിൽ. അത് ദൈവം ആഗ്രഹിക്കുന്ന ആത്മാക്കളെ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി. കല്ല് നമുക്ക് വേണ്ടി ഉരുട്ടിക്കളയുമെന്ന് അറിയ കൂട്ടരൊക്കെ ഉള്ളിൽ ചിന്തിച്ചപ്പോഴത്തേക്ക് സ്വർഗം നേരത്തെ ചെന്ന് ദൂതനെ അയച്ച് കല്ല് വെട്ടിക്കളഞ്ഞു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കൺമുണർക്കെ കാണുവാൻ, അനുഭവിച്ചറിയുവാൻ, സുവിശേഷം ആദ്യം മനസ്സിലാക്കുവാൻ, കേൾക്കുവാൻ, അറിയിക്കുവാനുള്ള പരമഭാഗ്യ സൗകര്യമാർക്ക് കൊടുക്കും. എന്തുകൊണ്ടാ? തികഞ്ഞ സ്നേഹം ഭയത്തെ. ഞാൻ മുമ്പോട്ട് ഇറങ്ങിയാൽ, വചനം അനുസരിച്ചാൽ എന്തായിരിക്കും ഒന്നും ചിന്തിക്കേണ്ട. ഫാസ്റ്റ് യു സറണ്ടർ, yield yourself to the will of God and let God do the rest. നീയും ചെയ്യേണ്ടത് കൽപ്പന അനുസരിച്ച് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. ബാക്കി എന്ത് സംഭവിക്കുന്നതിന് ആരാ ഉത്തരവാദി? ദൈവമാ, നമ്മളല്ല. നമ്മളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ ഒക്കത്തില്ല. വിട്ടുകൊടുക്കാൻ. Let God do the rest. തമ്പുരാനെ ഏൽപ്പിച്ചോളൂ. ഒന്നും ഭാരപ്പെടണം. ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചില്ല. അറിയാൻ ഞങ്ങൾക്ക് പലതും ഉണ്ടാകും. ഇതെല്ലാം കഴിഞ്ഞു. ഈ കത്തനാർക്ക് യാതൊരു സഹധർമ്മിണി സ്ഥാനപ്പെട്ട വിഷയം പ്രാപിച്ചത്, വീടുവതാ സ്ഥാനപ്പെട്ടു, മോനും കുടുംബം വന്നു, മോളും കുടുംബം വന്നു. എന്നിട്ടും നീക്ക് എന്താണെന്നറിയാമോ? അങ്ങാടിയിൽ വന്ദനമുണ്ട്. അഞ്ചലിൽ നിന്ന് ഞാൻ മണ്ണൂരോട്ടുള്ള വണ്ടിയിൽ കയറുന്നു. ആർക്കും എന്നെ അറിഞ്ഞുകൂടാ. പക്ഷെ ലോഹ കണ്ടാ മതി. 1 2 3 4 പാസഞ്ചേഴ്സ് എഴുന്നേറ്റ് നിൽക്കും. എന്തോ പറയും, കത്തനാരെ നില്ല അവിടെ. ആണോ അച്ചോ ഇരിക്കച്ചോ? ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കയറിയാലോ ഒരു രക്ഷയില്ല. പള്ളിയിൽ കയറിയ മധുവായാലാ ഞങ്ങൾ ഇരിക്കുന്നത്. ബാക്കിയുള്ളവർ എവിടെ ഇരിക്കും? ഇവിടെ കൊമ്പിക്കുന്നത്തെ മത്തായിച്ചാനും എവിടെ ഇരിക്കുന്നേ? ഐക്യലാലേ ഇരിക്കത്തുള്ളൂ. ബിഷോപ്പിനൊരു സിംഹാസനമുണ്ട്. അത് കഴിഞ്ഞ് അച്ഛനൊരു ചെറിയ സിംഹാസനമുണ്ട്. ഹോളി ഓഫ് ഹോളിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ശമ്പളമോ അടിപൊളി ശമ്പളമോ ഭർത്തമേലെ അച്ഛന്മാർ അടിപൊളി. ഞാൻ ഇവിടുത്തെ പ്രാവശ്യം വന്നിട്ടുണ്ട്. KM ഷമേൽ സാർ എൻ്റെ സുഹൃത്തായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂളിൽ പോയി കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട്. KM ജോൺ ഉപദേശം വീട്ടിൽ ചെയ്യാൻ പോയിട്ടുണ്ട്. പിന്നെ വേറെ ജോൺ സാറിൻ്റെ പ്രധാന സൗണ്ടുള്ള ശ്രമിക്കണത് വണ്ടി വന്ന് ഇപ്പോഴും ഉണ്ടോ അദ്ദേഹം? വയസ്സോ 10 ചുരാനും കാണും. അദ്ദേഹമൊക്കെ ഒത്തിരി സുഹൃത്തുക്കളെ എനിക്കുണ്ട്. പിന്നെ എൻ്റെ വൈഫിൻ്റെ നാത്തുവിൻ്റെ വീട് ഇവിടെ പൊയ്യയിലെ ഫിലിപ്പോച്ചാൻ്റെ മോള ബ്രദറുകാരൻ. അദ്ദേഹം ഇവിടെ അറിയപ്പെട്ട ആളാണല്ലോ. ഇല്ല, എല്ലാം മരിച്ചു കഴിഞ്ഞു. എങ്കിലും ഞാൻ പറയാം, ഈ ഏരിയ എനിക്ക് ബൈഹാർട്ട് അച്ഛനായിരിക്കുമ്പോൾ. പക്ഷെ ബന്ധക്കോസ് വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് വരുന്നത് മണ്ണൂരുള്ള AG ചർച്ച് ഡിസ്ട്രിക്ട് ഒരു മീറ്റിങ്ങിനാണ്. ഇവിടെ ആദ്യം വരുന്നത്
അത് കഴിഞ്ഞ് ചണ്ണപ്പെട്ട ഏജ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ഈ കർത്തദാസനൊക്കെ ഇങ്ങനെ അവസര പിതാവൊക്കെ ഒരുക്കി തന്നു. ഞാനത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇത്രയും പ്രിവിലേജസ് മർത്തോമേലെ അച്ഛനായി ഇരിക്കുമ്പോൾ ഉള്ള ഒരു വ്യക്തി ഇതെല്ലാം വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ ഇപ്പം നല്ല ഹീറോയാ, നാളെ സീറോ ആവും അല്ലേ? വരുമാനമുണ്ടോ? 30-ാമത്തെ വയസ്സിൽ 30-ാമത്തെ സർവീസ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ VRS ഉണ്ട് മർത്തോമേലെ അച്ഛന്മാർക്ക്, വോളണ്ടറി റിട്ടയർമെന്റ്. NGOസിന്റെ കൂട്ടാ 42 കൊല്ലം വീണ്ടും പോയി. 20,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ പെൻഷൻ കിട്ടും. ഒരു കൂതാശയും ചൊല്ലണ്ട, വീട്ടിൽ കിടന്ന് ഉറക്കം വലിച്ചുറങ്ങിയാൽ മതി. 20 പൈസ പോലും ഇല്ല. ആര് തരാൻ? ചുമതല ഒന്നും ഒരു ചുമതല ഞാൻ ഏറ്റിട്ടില്ല. ബൈബിൾ കോളേജിന്റെ വാർഡിനായിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്യാൻ തുടങ്ങിയതാ ഓർഡർ. ഞാൻ പറയും 42 കൊല്ലം ശുശ്രൂഷയിലായിരുന്നു, എനിക്ക് സ്വതന്ത്രമായി കർത്താവ് വരാം. വരുമാനത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ, വിളിച്ചവൻ നടത്തിക്കോളും. അതേപ്പറ്റി ഭാരപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ചില സോഴ്സസ് ഒക്കെ ഉള്ളവർ തന്നെ ഇപ്പൊ കിടന്ന് വെള്ളം കുടിക്കാതാകുക ഉണ്ടായിട്ട് തന്നെ അവസാന നിമിഷത്തിൽ ഭാരപ്പെടുന്നു. ദൈവമക്കളെ, ഞാൻ ചിന്തിച്ചത് ഇതെല്ലാം വിട്ട് കളഞ്ഞാൽ പിള്ളേരോ ഭാര്യയോ ഒക്കെ അങ്ങനെ നിൽക്കട്ടെ. ഏതായാലും ഭാര്യ എൻ്റെ കൺട്രോളിലാണല്ലോ, വിട്ടുപോകുന്നില്ലല്ലോ, ആഭരണമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഏറെ നാൾ അങ്ങനെ പോകാൻ എൻ്റെ ദൈവം അനുഭവിച്ചു. ദൈവത്തിന്റെ വചനത്തിന്റെ റെവലേഷൻസ്, റിഫ്ലക്ഷൻസ് ശരിയായി എൻ്റെ ഉള്ളിലേക്ക് തട്ടാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ എട്ടും പൊട്ടും അറിയാതെ തല പോലും നേരെ നിൽക്കാതെ കപ്പിയാരി പിടിച്ചുകൊണ്ട് വന്ന് മാമോദിസ തൊട്ടിക്കകത്തോട്ട് വെച്ച് 1.5 തുടം വെള്ളത്തിൽ ഏത് സ്പ്രേയിങ് പോലെ അച്ഛൻ ഇങ്ങനെ എന്ന് പറഞ്ഞ് തലത്തോടുന്ന ആളിന്റെ ഗോഡ് ഫാദറിന്റെയോ ഗോഡ് മദറിന്റെയോ കയ്യിലോട്ട് കൊടുക്കും. മെയിലായാലും ഫീമെയിലായാലും. ദൈവാത്മാവെന്നോട് പറഞ്ഞ് എന്നാ കോപ്രായമായി കാണിക്കുന്നു. വചനത്തിലെങ്ങാണ് ഇതിന് തെളിവുണ്ടോ? ഇവിടെ ആരെങ്കിലും ഇത് സംശയിച്ചുകൂടി ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് ചലഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, ഉണ്ടെങ്കിൽ ഈ കർത്തൃദാസനോടോ തോമസ് അങ്കിളിന്റെ കയ്യിലോ പറഞ്ഞ നമ്പർ തരും, വിളിച്ചാൽ എന്നോട് വിളിച്ചോരാ. അച്ഛനായിരുന്ന ഭാഷയെ അല്ല അച്ഛൻ ഭാഷ അച്ഛനോ എന്തെങ്കിലും വിളിച്ചു. ഞങ്ങൾ കണ്ടുപിടിച്ചു, പഴയ നിയമമല്ല പുതിയ നിയമത്തിൽ ഇന്ന വാക്യമുണ്ട് എന്ന് പറയാമെങ്കിൽ നാളെ ഞാൻ വീണ്ടും ക്ഷമ ചോദിച്ച് സഭയിലെ പട്ടക്കാരനായിട്ട് വരാം. സൺഡേ സ്കൂൾ പഠിപ്പിച്ചവരോട് ഇരിപ്പില്ലേ? പഠിപ്പിക്കുന്നവരുണ്ടായിരിക്കാം. ഒരു മുറിവാക്യമില്ല സഹോദരി, ഒരു മുറിവാക്യം എടുക്കാനില്ല. പിന്നെ ലോജിക്കൽ, പിന്നെ ഇന്റലക്ച്വൽ ആയിട്ട് പറയാം. സകാരാഗ്രഹ പ്രമാണിയും സ്നാനപ്പെട്ടല്ലോ, സ്നാനപ്പെട്ടല്ലോ, അപ്പോൾ ആരും കാണും? കുഞ്ഞുങ്ങളും കാണത്തില്ല. നോക്കിക്കോളും, ഒപ്പിച്ചോണ്ട് വെക്കുക, ഏച്ചു വെക്കുക. കട്ട് ആൻഡ് ഡ്രൈ ആയി ക്ലിയർ ആയ വചനമില്ലാത്തതിന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അങ്ങനെ കുറെ കാര്യങ്ങളല്ലാതെ ഒരൊറ്റ വാക്യം പോലും ഇത് എപ്പോഴാ മനസ്സിലാകുന്നത്? ഈ വയസ്സാം കാലത്താണ്. 10-42 കൊല്ലം 100 കണക്കൻ. ഇന്നത്തെ കൂട്ടല്ല, അന്ന് അരഡസൻ 3/4 ഡസനാ പിള്ളേർ. ഇപ്പൊ നമുക്ക് 1, അല്ലെങ്കിൽ നമ്മൾ അങ്ങേയറ്റം നമ്മൾ 2, നമുക്കും ഇനഫർമോ ബസ്. ഒന്നതല്ല, ആഴ്ചയിൽ ഒരു 5-6 മാമോദിസയെങ്കിലും കാണും. ഒടുവിൽ ഞാൻ സഭയിട്ട് പറഞ്ഞു, ഞാൻ ഡേറ്റ് പറയാം, ഇന്ന ദിവസങ്ങളങ്ങാക്കാം, സൗകര്യം നിങ്ങൾ ക്രമീകരിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ മാമോദിസ മുക്കി 7 കൂദാശകളും നടത്തിയ ആളാണ് ഞാൻ. എല്ലാം അതുപോലെ തന്നെ വിശുദ്ധ കുർബാന ശുശ്രൂഷയൊക്കെ നടത്തുമ്പോൾ എത്ര ഒരുക്കത്തോടെ ആരൊക്കെ വരുന്നു. നിങ്ങൾ വിചാരിക്കും കത്തനാര് ഈ ലോയെ ഒരു കളഞ്ഞപ്പോൾ കളിയാക്കാൻ പറയാം. 100,000 ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മുറിവീടി എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ. ത്രോണോസിന്റെ അവിടെ കുർബാനയ്ക്ക് മുട്ടുകൊത്തിയ ഒരാളിന്റെ പ്രായമുള്ള ആളിന്റെ ഇവിടുന്ന് വീടി എടുത്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. പല്ലിന്റെ ഇടയിൽ മുറുക്കാന്റെ അംശങ്ങൾ കണ്ടിട്ട് ഞാൻ പിന്നീട് രഹസ്യമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് പറയും, മേലാൽ ഇങ്ങനെ ഒന്ന് കൊള്ളരുത്.
അതുപോലെ തന്നെ മുട്ടുമടക്കുമ്പോൾ 3X റമ്മിന്റെ ജോണി വാക്കറുടെ ഇതൊക്കെ അച്ഛനായിരുന്ന ആൾക്ക് എങ്ങനെ അറിയാം ഇതൊക്കെ ചോദിച്ചു. ഇതിന്റെയൊക്കെ ഒരു പൈന്റിന്റെ 1.5 പൈന്റിന്റെ ഒക്കെ സ്മെല്ല തലേ ദിവസം രാത്രി വരെ അടിച്ച് ഇന്ന് ഇങ്ങോട്ട് വന്ന് കുമ്പസാരം അച്ഛൻ പറയുമ്പോൾ എന്ത് ചെയ്യും? ഏറ്റു പറയുക അങ്ങ് എന്തുവാ പറയുന്നത്. ഇങ്ങനെ അച്ഛൻ പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക? വലത്ത് ഭാഗത്തെ കള്ളൻ എന്നാ പറഞ്ഞത്. വലത്ത് ഭാഗത്തെ കള്ളനെയും കുരിശിൽ വെച്ച് അല്ല ഭാവിയായ സ്ത്രീയെയും കൈക്കൊണ്ട പോലെ കൊല്ലണമേന്നും പറഞ്ഞായി വന്ന് എന്ത് ചെയ്യുന്നേ? വല്ല ഒരുക്കോ തമ്മിൽ ഭിന്നതയും ഒക്കെ അല്ലേ മിക്കവാറും. ജനറൽ ബോഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒക്കെ കൂടുമ്പം ഒരു അബ്ബം തമ്മിൽ കൈവെപ്പ് സുരക്ഷാപൂർവമായിട്ട് ഉള്ളതിലും അതിന് അവക്കത്ത് വരെ എത്തിച്ച് വിറ്റേ ഞായറാഴ്ച എന്തോ ചെയ്യും? നിങ്ങൾ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നാൻ, പാനപാത്രത്തിൽ നിന്ന് പങ്കുചേരാൻ. ആണോ? പിണങ്ങിയിരുന്നോണ്ട് വല്യമ്മ പറഞ്ഞു പള്ളിയുടെ വാതിൽക്ക് വെച്ച് മരുമോളോട്, എടി ഞാൻ കുർബാന കൊള്ളാൻ പോവാ, ഇല്ലെങ്കിൽ നിന്നെ 4 വർത്തമാനം പറഞ്ഞ് ഇവിടത്തുണ്ടായിരുന്നു. കുർബാന കൊള്ളാൻ പോവാണ് തൽക്കാലം ഇപ്പം ശേഷം കാഴ്ചയിൽ. എവിടെ ഒരുക്കം? എവിടെ ഉണ്ട്? ഏത് രംഗത്തുണ്ട്? ഇന്നലത്തെ ഇന്ന് പേപ്പർ ഞാൻ കണ്ടില്ല. കാണാം ബിവറേജസിന്റെ വരുമാനം എന്താന്ന്. ഇതാണോ ഉയർപ്പ്? ഉദ്ധാന ശക്തി ഇതിന്മേൽ മോചനം നേടുക. അല്ലാത്തടത്തോളം ഈ പാരമ്പര്യത്തിൽ നശിച്ചുകൊണ്ടിരിക്കുക. ഇനിയുള്ള കാലമെങ്കിലും ഒന്ന് കരകയറാൻ നോക്കാൻ. എന്റെ സഹധർമ്മിണി, എന്റെ കുഞ്ഞുങ്ങൾ, അനേകം ദൈവമക്കൾ, ഞാൻ പറയാം, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ദൈവത്തിലേക്ക് വരാൻ വിഷയം വെച്ച് പ്രാർത്ഥിച്ചെങ്കിൽ ഞാൻ പറയാം, 41 കൊല്ലം എന്തായിരിക്കും എന്റെ സഹധർമ്മിണി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 1 അല്ല 2 അല്ല, a long period of 41 years. പക്ഷേ എന്നായാലും ദൈവം മറുപടി തരും. പക്ഷെ വർഷം കുറെ എടുത്തില്ലേ? കാര്യം കേട്ടോ, നിങ്ങളെ വിഷയം വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കൂടെ വരാത്തവരും വരും. നിങ്ങളെ ആക്ഷേപിച്ച് നടക്കുന്നവർ നിങ്ങളുടെ കൂടെ ബൈബിളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് സത്യത്തിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന സമയം അടുത്തിരിക്കുക. സ്തോത്രം പറ, വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. മറുപടി രാത്രികാലം സ്വർഗത്തിലെ ദൈവം തരാൻ പോകുക. തമ്പുരാൻ എന്നെ സന്ദർശിച്ചു. ഞാൻ പിടികൊടുത്തു. ഈ പട്ടത്വം പഴയ നിയമത്തിലേ ഉള്ളൂ. വചനം അറിയാത്തതുകൊണ്ട് ഇന്നും ഈ പാരമ്പര്യത്തിൽ അങ്ങ് നീങ്ങുക. യേശു കർത്താവിന്റെ കാൽവരി ക്രൂശിലൂടെ ഒരിക്കൽ എന്നേക്കുമായി യാഗമെല്ലാം യാഗത്തിനുള്ള വസ്തുവും യാഗമർപ്പിക്കുന്ന പുരോഹിതനുമായി യേശു കാൽവറിയിൽ മരിച്ചു. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, "Behold the Lamb of God who bear the sins of the world." ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവം ഞാൻ. എനിക്കും നിങ്ങൾക്കും ലോകത്തിനാകമാനം ഒരിക്കൽ എന്നേക്കും ആ രക്ഷയ്ക്ക് ഒരു പരമയാഗം നടന്നു. ഇനിയും എന്തില്ല? പുരോഹിതനില്ല, യാഗവുമില്ല. നേർച്ച കാഴ്ച കൊണ്ടോ ഉരുളുന്നത് കൊണ്ടോ മുട്ടുമേൽ അയ്യോ ദൈവമേ കഷ്ടാനുഭവം ആഴ്ച ആരും കുമ്പിട്ടില്ലെങ്കിൽ അച്ഛൻ കുമ്പിടണം. ഇല്ലെങ്കിൽ ആളുകൾ പറയും, അച്ഛാ 3 പ്രാവശ്യം അച്ഛൻ കുമ്പിട്ടില്ലല്ലോ. അത് നോക്കിയിരിക്കുക. ഈ പറഞ്ഞ പുള്ളി ഒന്നും ഇട്ടിട്ടില്ല, എന്നാലും അച്ഛൻ കുമ്പിടണം. നമ്മളെന്താന്ന് ആക്കിയേക്കില്ലയോ? തമ്പുരാൻ അതെല്ലാം വെടിവെച്ചു. ഇതിൽ കൊണ്ട് വല്ലോ കിട്ടാനുണ്ട്. കിട്ടുമോ? ഹൃദയം ദൈവത്തിന് കൊടുക്കുക. ആ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുക. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് കാൽവരി ക്രൂശിൽ എന്റെ കർത്താവ് മരിച്ചു എന്ന് വിശ്വസിന്റെ ക്രൂശിൽ അഭയം തേടുന്ന ഏതൊരു വ്യക്തിയുടെ രക്താംബരം പോലെ കടും ചുവപ്പായ പാപങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ എന്റെ ദൈവം മതിയാവൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ എന്നെ സംബന്ധിച്ചു. ഞാൻ ഫൈനൽ ഡിസിഷൻ എടുത്തു. ഇന്ന് പകൽക്കാലം പറഞ്ഞതുപോലെ യെശയ്യാവ് ദർശനത്തിൽ പറയുന്നു, ഐസയ ചാപ്റ്റർ 6 വേഴ്സ് 9, ഹിയർ ആം ഐ, സെൻഡ് മീ ലോർഡ്. അടിയനിതാ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു. വീട്ടിൽ നിന്ന് 1 വർഷം അനിയത്തിയുടെ വീട്ടിൽ പോയി താമസിക്കേണ്ടി വന്നു. തീർന്നില്ല. അടുത്തത് പെൻഷനില്ല.
20,000 രൂപ കിട്ടണ്ട. 220 രൂപയിൽ എരവേലി ചർച്ചിൽ ആരംഭിച്ച ശുശ്രൂഷയാണ്. വെറും ചെലവിന് പോലും തികയത്തില്ല. അന്ന് അച്ഛന്മാർ ഷോർട്ടേജ് ഉള്ള കാലമാണ്. 22 അച്ഛന്മാർ ഷോർട്ടേജ് ഉണ്ട്. ഇടവക്കാർക്ക് വരുമാനമില്ല. അതുകൊണ്ട് 4-5 പള്ളികളിലൊക്കെ പോകണം. സൈക്കിളാണ് അന്നത്തെ കോളേജ് സൈക്കിൾ. അങ്ങനെ പിള്ളേരുടെ ഭാഷ പോലെ ചെത്തി സൈക്കിളെ പോവാ, ഫിലിപ്സ് സൈക്കിളെ. ആ ഒരു കാലഘട്ടം തുടങ്ങിയതാണ്. ഈ 20,000 രൂപ ഒന്നുമില്ല, ഒരു പണിയും ചെയ്യാതെ വീട്ടിലിരുന്ന സഭ തരുന്ന ഞങ്ങളിൽ നിന്ന് 15% ബേസിക്കിന്റെ റിഡക്ഷനും കോൺട്രിബ്യൂഷനുമാണ്. സഭ 15% തരുമ്പോൾ ഞങ്ങളുടെ ശമ്പളത്തിൽ 15% ട്രസ്റ്റ് പിടിക്കും. അങ്ങനെ 30% ബേസിക്കിന്റെ ട്രഷറിയിൽ, സഭാ ട്രഷറിയുടെയും അച്ഛൻ്റെ ഞങ്ങളുടെ പേരിൽ ഇടുക. പെൻഷനാകുമ്പോൾ ഇത് കിട്ടിക്കൊണ്ടിരിക്കും. അതില്ല. പല പ്രിവിലേജസും ഉണ്ട്. സകലം നഷ്ടപ്പെട്ടു. എൻ്റെ കായംകുളം കറ്റാനം പള്ളിക്കൽ സെന്റ് തോമസ് മാർത്തമ്മയുടെ മാർത്തമ്മ മെത്രാപ്പോലീത്ത ജോസഫ് മാർ ഐരേനിയസ് കൽപ്പന അയച്ചു. പള്ളിക്കൽ മിഞ്ഞാടിത്തറ പാപ്പാടിയിൽ PC ദാനിയലിൻ്റെ മകൻ ഐപ്പ് അച്ഛനെ മാർത്തോമാ സഭയുടെ വിശ്വാസാചാര്യങ്ങൾക്ക് വിപരീതമായി മുതിർന്ന സ്നാനപ്പെട്ട് അച്ഛൻ പെന്തക്കോസ്തിൽ പോയതിനാൽ അച്ഛനെ സഭയിൽ നിന്ന് മുടക്കിയിരിക്കുന്നു. അത് പള്ളിയിൽ വായിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇല്ല, അനിയത്തിയുടെ വീട്ടിൽ താമസിക്കുക. ഞാൻ അങ്ങ് തുള്ളിച്ചാടി. കാരണം ഇപ്പൊ ഇത്രയും പേരെ അറിയത്തുള്ളൂ. ഞാൻ സ്നാനപ്പെട്ട് പെന്തക്കോസ്ത് വന്നത്. എന്നാ മാർത്തോമാ മെത്രാപ്പോലീത്ത മാർത്തോമാ സഭ എവിടൊക്കെ ഉണ്ടോ അവിടെ എല്ലാം കൽപ്പന അയച്ചു വായിപ്പിച്ചു. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയൊരു കൃപ നടത്തിപ്പ മാർത്തോമയിലെ കത്തനാരപ്പെട്ടു. ഓരാ എന്തോരു സാക്ഷ്യം പാസ്റ്ററെ. അതിന്റെ പോസിറ്റീവായി ഞാൻ കാണുന്നത് അങ്ങനെ. മറ്റുള്ളവരെന്ത് പറഞ്ഞാലും എല്ലാവരും അറിയാനിടയാണ്. അപ്പൊ പിന്നെ ആരായിച്ചു. അപ്പൊ പലരും പറഞ്ഞ എണ്ണെടുത്തിരുന്ന് ഇന്ന സെന്ററിലിരുന്ന് ഇന്നച്ഛൻ, ആ കൊച്ചു മനുഷ്യൻ, വെള്ളം കുറഞ്ഞ മനുഷ്യൻ, ഇന്നൊക്കെ ആളുകൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായ സാധനം പ്രൈസറോ, ദൈവം നല്ലതാണ്. തീരുമാനമുണ്ടോ? ശുശ്രൂഷയുണ്ടോ? എന്നാൽ ഗ്രാജുവലായി വിദേശ രാജ്യങ്ങളിൽ ആദ്യം അബുദാബിയിലാണ് മുസഫയിൽ ബ്രദറൻ ഹോളിൽ വെച്ച് നടന്ന ഒരു വലിയ സദസ്സിൽ ആദ്യമായി ലോകവീര്യതയോട് ശുശ്രൂഷയിൽ പ്രവേശിച്ചു. ഇന്നും അനേക ഇടങ്ങളിൽ സ്വർഗത്തിലെ അപ്പൻ ഞങ്ങളെ എടുത്തു. എന്റെ കുഞ്ഞുങ്ങൾ ദൈവകൃപയാൽ ഞങ്ങൾ ചെറുപ്പത്തിലെ കർത്താവിന്റെ വയലിൽ ഇറങ്ങിയത് കൊണ്ടും അവരും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നതുകൊണ്ടും അവർക്ക് ജീവിക്കാനുള്ള ഗാഡി അവസരമില്ലാത്ത എന്ന് പറയത്തക്കവണ്ണം ദൈവം മാർഗം ഒരുക്കി കൊടുത്തു. പക്ഷേ അവരോട് പോലും 1 രൂപ ചോദിക്കാൻ ഈ നിമിഷം വരെ എന്റെ ദൈവം അനുവദിച്ചിട്ടുണ്ട്. സമ്പന്നനാവൻ സന്നിധി മതിയേ, എനിക്കവൻ ജയക്കൊടിയേ. സമ്പന്നനാവൻ സന്നിധി മതിയേ, എനിക്കവൻ ജയക്കൊടിയേ. തുള്ളിച്ചാടിക്കൊണ്ട് പാടണം. എന്റെ സ്വർഗത്തിലെ അപ്പൻ ആരാ? സഫിഷ്യന്റ്, സമ്പന്നനായ ആ അപ്പന്റെ മകനായ ഞാൻ. അവൻ ആരാ? വിജയത്തിന്റെ കൊടിയ, തോൽവിയുടെ അല്ല. ദൈവമേ, കൽപ്പനയനുസരിച്ചിറങ്ങി സത്യത്തിൽ ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് വിശുദ്ധ വേർപാട് അനുഷ്ഠിക്കുന്ന ഞാൻ നിങ്ങൾ ഓർക്കണം, നമ്മൾ അനാഥരല്ല, സനാതരാ. മെസ്സേജിന്റെ സമയം കൊണ്ടാ പോകുന്നു. എങ്കിലും ഇതാ ഇപ്പൊ എനിക്ക് ദൈവാത്മാവ് ഒന്നുകൂടെ ഈ സാക്ഷ്യത്തോട് മുമ്പോട്ട് പോകാൻ മെസ്സേജ് പറയാൻ ചുരുങ്ങിയ സമയമുള്ളതിൽ എന്തായാലും ഞാൻ പറയുന്നത്. എത്ര മണിക്കാ ഭാഷ? അല്ല, ഞങ്ങൾക്കാ നോക്കേണ്ടത്. വാച്ച് ഇവരെ പോകണ്ടേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, അടുത്തൊക്കെ ഉള്ളവരല്ലേ? ഞങ്ങൾ ഒഴിച്ചു. ഓക്കെ, കർത്തദാസ ക്ഷമിക്കാൻ ഞാൻ നിർത്തി തരാം കേട്ടോ. ശുശ്രൂഷ ദൈവം അനേക ഇടങ്ങളിൽ അയച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് 2 പേർക്കും പോകാവുന്ന ഇടങ്ങളിലെല്ലാം ഒന്നിച്ചു പോകും. 2 പേരുടെ പോകും, അല്ലാത്തടത്ത് ഒന്നിച്ചു പോയിക്കൊണ്ടിരിക്കും. ഇന്നും പകൽ വന്ന് ഫൈവ് ഹൗസിൽ നിന്ന് പോയി തിരിച്ച് പാസ്പോർട്ട് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വരുവാനായിട്ടില്ല, പ്രതീക്ഷിച്ചല്ല. പക്ഷേ ഇറ്റ് വാസ് പ്രീ പ്ലാൻ ബൈ ഗോഡ്. വന്നപ്പോഴാണ് എൻ്റെ നാട്ടുകാരി ആൻറ്റി എന്നറിയാൻ നോക്കുന്നു. അങ്ങനെയൊക്കെ പല കണക്ഷൻസ് മനസ്സിലാക്കുവാൻ ഒത്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാം.
ഒരു കാര്യം ഞാൻ പറയട്ടെ, മർത്തോമാ സഭയിൽ തന്നെ എനിക്ക് നല്ലവണ്ണം അറിയാം സ്നാനപ്പെട്ട അച്ഛന്മാർ. അവർക്കറിയാം ഇതാണ് കൽപ്പന, വിശ്വാസ സ്നാനം. അതായത് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് മുഴുകൽ സ്നാനമേറ്റ് സത്യത്തിലാത്മാവിന് ദൈവത്തെ ആരാധിച്ച് വിശുദ്ധിമാരോട് അനുഷ്ഠിച്ച് അഭിഷേകം പ്രാപിക്കുന്നതാ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി. മറ്റേത് റിലീജനാ, ഇത് മാർഗവുമാ, വേ ഓഫ് ലൈഫ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറ. മറ്റേ ഒരു മതമാ. പിതാക്കന്മാര് കിടക്കുന്നിടത്ത് ഞങ്ങൾക്കും കിടക്കണം. പിതാക്കന്മാർ എന്ത് ആരാധനയായിക്കോട്ടെ, അവര് പോയി മുമ്പേ ഗമിക്കുന്ന ഗോപുരന്റെ പിൻപേ ഗമിക്കും മക്കളെല്ലാം. ആ മാതാപിതാക്കന്മാര് പോയടത്ത് ഞങ്ങൾ പോകുന്നത് ശരിയോ തെറ്റോ അത് പാടില്ല. അവര് മോശമാണെങ്കിൽ അവരങ്ങനെ പോകുമോ? ഒന്ന് റീത്തിങ്ക് ചെയ്യുമ്പോ അറിയാം തെറ്റ്. വചനാനുസരണമല്ല. മുമ്പ് ഞാൻ പാടിയല്ലോ, വിശുദ്ധ കുർബാന തുടങ്ങുന്ന എങ്ങനെ? അഹരോനാണ്. അഹരോന്റെ ഒറിജിൻ അറിയാമോ? അത് ജഡപ്രകാരമുള്ള. എന്നാൽ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. അത് മതി. അതുകൊണ്ട് എന്ത് വന്ന് കിട്ടിയത്? ആഫ്റ്റർ ഇഫക്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തൊരു രാജകീയ പുരോഹിതവർഗം. പൗരോഹിത്യ ബന്ധനം കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം ഡയറക്റ്റ് പ്രൊമോഷൻ, റോയൽ പ്രീസ്റ്റ്ഹുഡ്. ഇവിടുത്തെ ആത്മീയ പിതാക്കന്മാർ എന്ന് പറയുന്നവരുടെ കൈവപ്പ് കൂടെ ഉള്ളതല്ല, ഉയരത്തിലെ കൈവപ്പ്. ഇവിടുത്തെ ഐഡി പോയപ്പോൾ സ്വർഗത്തിലൊരു ഐഡി കിട്ടി, ദി ചൈൽഡ് ഓഫ് ഗോഡ്, ബോൺ അഗൈൻ. ആ ഐഡിയാണ് വേണ്ടത്. അങ്ങോട്ട് ചെല്ലുമ്പോ അതാ നോക്കുന്നത്, ആധാർ കാർഡ് പോലെ. അതുണ്ടോന്നാ സ്വർഗം നോക്കുന്നത്. ഇവിടുത്തെ ഐഡി 4 മണ്ണി തീരും കേട്ടോ. അതാ വേണ്ടത്. എത്ര പേർക്കെന്ന് പറയാനുണ്ട്? ഇന്ന് മരിച്ചാൽ എന്റെ നിശ്ചയത ദൈവത്തോട് കഴിക്കും. ഞാന് ഏതാണ്ട് 3 മാസം പ്രായമായ അച്ഛന്റെ മകളുടെ കുഞ്ഞ ഉൾപ്പെടെ, അത് താഴെയുള്ളവരെ ഒക്കത്തില്ല, മാമസ മുക്കാത്തവരെ അടക്കാൻ അച്ഛൻ അതുപോലില്ല. അങ്ങനെ ഉള്ള കുട്ടി വിട്ട് 106 വയസ്സുള്ള വയോവൃദ്ധനെ വരയ്ക്ക് 100 കണക്കിന് അടക്കിയാളാ ഞാൻ. 42 വർഷം. മുഴുക്കുടിയൻ, നൊട്ടോറിയസ് ലൈഫ്. ഒരു കുത്തഴിഞ്ഞ ജീവിതം നയിച്ച ആളാ. 100% വികാരിയായിരുന്നു എനിക്കറിയാം. പക്ഷേ ശവടക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ, കർത്താവേ നിന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനും നിന്റെ 2ാമത്തെ ഒരു പ്രത്യാശയുള്ളവനുമായവൻ ആഴമുള്ള പാതാളത്തിൽ കൈവപ്പെടയില്ല. എന്താ ഞാൻ എന്റെ ദൈവത്തോട്, അപ്പാ പാണ്ഡ്യമണിയന എന്നോട് ക്ഷമിക്കണമേ, എഴുതപ്പെട്ടത് വായിച്ചില്ല, ഈ ശമ്പളം ട്രസ്റ്റ് തരത്തില്ല. മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ടായി ചൊല്ലുന്നു. എവിടെ സ്വർഗ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചു? എവിടെ നിത്യതയെ പറ്റി ഉറപ്പുണ്ടായിരുന്നു? ഒരുതുമില്ല. പള്ളിയിൽ പോലും കയറാത്ത പാണ്ഡ്യമണിയനായിരുന്നു. വെറും മുട്ടാടായിരുന്നു. വീട്ടിലും ചെല്ലും, നാട്ടുകാർക്ക് ചെല്ലും. പിന്നെ വേറെ ചെല്ലണ്ട മര്യാദ പാപികൾ ആർക്കും വരും. അതും അപകടകാരിയാണ്. അങ്ങനെയുള്ളവരെ തമ്പുരാൻ ഇച്ചിരി പാടാ. നേരവേ ഉണ്ട്. ഏതെങ്കിലും ഒരു എക്സ്ട്രീമാണ്. മോസ്റ്റ് ഒരു തല്ലിപ്പൊളിയായിട്ട് പോകണം. നിങ്ങൾക്കറിയാമോ സെന്റ് അഗസ്റ്റിൻ ആരായിരുന്നു അറിയാമോ? വിശുദ്ധനായ അഗസ്റ്റിൻ ഇമ്മോറൽ ആയ മനുഷ്യനായി, മോറലി വീക്കായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അതായത് ഒന്നുകൂടെ വ്യക്തമായി പറയാം, വിവാഹം കഴിക്കാതെ ഒരു കുഞ്ഞിന്റെ അപ്പനായിരുന്ന ആളാണ് ആര്? വിശുദ്ധനായ സെയിന്റ് അഗസ്റ്റിനായിരുന്നു. അവന്റെ മാതാവ് മോണിക്ക കണ്ണുനീരോടുകൂടെ ദിനരാത്രങ്ങൾ പ്രാർത്ഥിക്കും. അവരെ ശക്തമായി തീവ്രമായി പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഈ കുട്ടിയും മോശപ്പെട്ടു പോകാൻ പറയും അവന്റെ യൗവനത്തിൽ. പക്ഷേ ദൈവത്തിന്റെ സമയമായപ്പോൾ തമ്പുരാൻ അവനെ സന്ദർശിച്ചു. ആ സെന്റ് അഗസ്റ്റിൻ പറഞ്ഞു കേൾക്കണം, ദൈവമേ അങ്ങ് ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു. ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ ആത്മാവ്, ഞങ്ങളുടെ ജീവിതം ആകമാനം അങ്ങയിൽ ആശ്രയിക്കുന്നവരെ ഞങ്ങൾക്ക് യാതൊരു സ്വസ്ഥതയുമില്ല. സ്വസ്ഥത വേണോ, സന്തോഷം വേണോ, സമാധാനം വേണോ, രക്ഷിക്കപ്പെട്ട് ദൈവവേദായിത്തീരണം. ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹാർമോണിയസ് അല്ലെങ്കിൽ ഇവിടെ ചുമ്മാതെ ഈ ചിലരൊക്കെ പറയില്ല ശേഷക്രിയകളൊക്കെ. എന്തുവാ ശേഷക്രിയ? ചത്തു കഴിയ തല
തെക്കോട്ടോ വടക്കോട്ടോ? ഞാനൊക്കെ മർത്തോമാ സഭയിലെ പോലെ ശവസംസ്കാര ശുശ്രൂഷ നല്ല ഇംപ്രസീവായ ശുശ്രൂഷ അറിയില്ല. നമ്മുടെ വഴി യാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാ. കുഞ്ഞാട്ടിനിടയാ പാവന രക്തം, കുഞ്ഞാട്ടിനിടയാ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കുക. പാട്ടി സരിച്ചുകൊണ്ടായി ശവത്തിൻ്റെ അടുത്ത് നിന്നോട്ട് പാടുന്നു. എവിടെ കേൾക്കാൻ, എവിടെ കയറാൻ ഉള്ളിലോട്ട് പാടുന്നു. അച്ഛൻ പാടുന്നു, ജനങ്ങളും പാടുന്നു. അർത്ഥവത്തല്ലേ? നമ്മുടെ വഴി യാത്ര അടുത്തു. എത്ര പേർക്ക് അതേപ്പറ്റി ചിന്തയുണ്ട്? തമ്പുരാന്റെ കൃപയാൽ ഒത്തിരി പ്രതിഫലം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇച്ചിരി കാമൻകോയറ്റാ, വലിയ കുസ്തിക്കാരും വരുന്നില്ല. വളരെ പ്രതിഫലം കൊണ്ട് ഞങ്ങൾ കടന്നു വരും. ശ്രമിക്കുക. ദൈവം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു ഹംബിൾ റിക്വസ്റ്റ്. ഇനി നമുക്ക് 10 മിനിറ്റ് പാസ്റ്റർ പറയച്ചങ്ങ് നിന്നോളാൻ പറയും. ഓണമല്ല അങ്കിളൊക്കെ പറയും. എല്ലാരും ഒന്ന് അലേർട്ടായിട്ട് വന്നിരുന്നേ. ഇന്ന് നമുക്കൊരു വിടുതൽ ഇവിടെ കിട്ടണം. ചിലര് വിടുതൽ ആവശ്യമുള്ളവരുണ്ട്. ചിലരെന്നല്ല, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം ചില മേഖലകളിൽ, സ്ഥലങ്ങളിൽ, സ്പേസസിൽ വരാനുണ്ട്. നോട്ട് അപ് ടു ദ മാർക്ക്. അത് ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടണം. സരപുകൾ ആരാധിക്കും പരിശുദ്ധരെ, സന്തോഷത്താൽ ആരാധിക്കും. സരപുകൾ ആരാധിക്കും പരിശുദ്ധരെ, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആമേൻ, 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 ആമേൻ. Oh, Lord, worship you, Lord. Hallelujah. Oh, hallelujah.
ഇനി ഒരു മെസ്സേജിന്റെ ആവശ്യം കിട്ടാനുള്ളതെല്ലാം കിട്ടുക, രണ്ടർത്ഥത്തിലും കിട്ടുക. അതെ, ഓടിച്ചു റെഫറൻസ് പറയാം. അല്പസമയത്ത് ദൈവനെ ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 9 മുതൽ 12 വരെ എളുപ്പവും വായിക്കും. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, യെസ്, എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും യെസ്, എന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവവുമായിട്ടുള്ളവേ, യെസ്, നിന്റെ ദേശത്തേക്കും നിന്റെ ചർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോവുക. യെസ്. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോട് കൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഇപ്പോഴോ ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു. എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, പുസ്തകത്തിലോട്ട് നോക്കട്ടെ. ഏകാഗ്രതയോടുകൂടെ ആന്തരിക കണ്ണ് മുകളിലോട്ട് കയറി, ചിന്തകളെല്ലാം പോരട്ടെ. വചനത്തിൽ 32-ന്റെ പ്രാരംഭം എങ്ങനെ, 9-ന്റെ പ്രാരംഭം എങ്ങനെ? പിന്നെ ജയിക്കും, പ്രയർ ഓഫ് ജയിക്കും. യാക്കോബിന്റെ ഒരു പ്രാർത്ഥന. കോണ്ടെക്സ്റ്റ് 28 തൊട്ട് പറഞ്ഞു. സമയമുണ്ടോ? കൺവെൻഷൻ പ്രസംഗത്തിലൊക്കെ പറയേണ്ട വിഷയം. 28-ാം അധ്യായം തൊട്ട് 32 വരെ വരണമെങ്കിൽ എന്തോ സമയമെടുക്കും. പക്ഷെ 2-3 മെയിനായിട്ടുള്ള ഇൻസിഡൻസ് മാത്രം ബാക്ക്ഗ്രൗണ്ട് പറയാൻ ആഗ്രഹിക്കും. എന്താ പ്രാർത്ഥന? ബിബ്ലിക്കൽ നോംസ് ഉണ്ട്. പ്രാർത്ഥന ഉണ്ടോ? 2 ദിനവൃത്താന്തം 7:14. ഒരാൾ ഉച്ചത്തിലും നിർത്തിരുത്തുമായി. അതാണ് നോംസ് എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ. ആ വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥന ദൈവം കേൾക്കപ്പെടും. വായിച്ചേ, 2 ദിനവൃത്താന്തം 7:14. മനപാഠം പറയേണ്ടതായത് എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. ആര്? എന്റെ ജനം, ജീവനുള്ള ദൈവത്തിന്റെ ജനമായി തീർന്നവർ. ബി ദ പീപ്പിൾ ഓഫ് ഗോഡ്. എന്റെ നാമം വിളിക്കപ്പെട്ട, വേറെ നാമത്തിലെങ്ങുമല്ല, ജീവനുള്ള ദൈവമായ യേശു കർത്താവിന്റെ നാമത്താൽ, ആ പരവിളിയാൽ വിളിക്കപ്പെട്ട അവന്റെ ജനം എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചോണെ. എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി. കണ്ടോ? രണ്ടാമത് പറയുന്നത് എന്തോ? നേരിട്ട് പറഞ്ഞ ഉറങ്ങാതെ എന്ത് ചെയ്യണം? 1 പത്രോസ് 5:6 പറയുന്നു, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്, നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്ക് കാണിരിക്കും. താണ നിലത്തെ നീരോടും അവിടെ ദൈവം തയ്യാറുണ്ടോ? കുരിശും മുട്ടില്ല, ആരും മുട്ടില്ല.
ഇതൊന്നും പറഞ്ഞാൽ പള്ളിക്ക് സ്ഥലം കൊടുക്കും, അച്ഛന്മാരാര് വന്നാലും ഊണ് കൊടുക്കും, ആഴ്ചനെ ഇല്ലാത്തപ്പോൾ ഇവിടെ താമസം, ഇതൊക്കെ നല്ല കാര്യമാണ്. നോഹയുടെ പെട്ടകം പടുത്ത് ആശാരി അതിനകത്ത് കയറി. എന്റെ ബൈബിളിലില്ല, ഉണ്ടോ? പുതിയ മോഡേൺ വേർഷനിലെങ്ങാനും ഉണ്ടോ? അത് ഇത് കഷ്ടപ്പെട്ട് കാണുമല്ലേ, അന്നത്തെ കാലമല്ലേ. ആശാരി കയറിയില്ല. നിക്കോദിമോസ് ആരാന്നറിയാമോ? യഹൂദ പള്ളിപ്രമാണിയാണ്, റൂളർ ഓഫ് ദ സിനഗോഗ്. ന്യായപ്രമാണം അരച്ച വിലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. അവനോട് കർത്താവ് പറഞ്ഞു, വലിയ ഗമയിൽ ഓടിഞ്ഞിട്ടൊന്ന് മുട്ടുകുത്തി. ഇങ്ങനെ നമ്മൾ വായിക്കും. എന്തിയാ പറഞ്ഞ മാസ്റ്റർ, how shall I inherit the eternal life? നല്ലൊരു ചോദ്യം. നിത്യജീവൻ അവകാശമൊക്കെ എന്തിനാണ്? കർത്താവ് പറഞ്ഞു, നിനക്കറിയാമല്ലോ. അവൻ പറയാ, ഞാൻ ചെറുപ്പം പോലെ ഇതെല്ലാം എന്തുവാ അക്ഷരികമായി ഇതനുസരിക്കുന്നു, ഇത് ഉള്ളിലോട്ട് കയറിയിട്ടില്ല. അപ്പൊ കർത്താവ് അവനെ നോക്കി, എന്നിട്ട് എന്ത് പറഞ്ഞു? യു need only one thing. That means you are, brother, you are very, very, very near but lost. വളരെ വളരെ അടുത്തു. കാരണം ന്യായപ്രമാണം ഇത്ര എങ്ങനെ വളർന്ന യുവാവ ധനികനുമാ, അങ്ങനെ ഒരാൾ കൽപ്പനയൊക്കെ അനുസരിച്ച് ജീവിക്കാന്ന് പറയാം, റിസ്കി ടാസ്ക്. അപ്പോൾ വളരെ അടുത്തു. പക്ഷേ ഈ കിട്ടിയതൊന്നും നീ ഷെയർ ചെയ്യുന്നില്ല. എല്ലാവരും അവരുടെ കഴിവിനനുസരിച്ച് വഴിപാട് അർപ്പിക്കുമ്പോൾ മുറ്റും ഞാൻ തരുന്നതാ പൂഴ്ചേപം മുഴുവൻ 2 രൂപ. ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ 5 ഇല്ലല്ലോ, മുറ്റം കൊടുക്കുക. പാട്ടുണ്ട് ക്രിസ്തീകരണത്തിൽ മർത്തോമയിലെ, വെറും കൈയായി ഞാൻ അങ്ങ് ചെല്ലുമോ രക്ഷകൻ സന്നിധോ. അതൊന്നും അറിയത്തില്ല. ക്രിസ്ത്യൻ ഈപ്സിലുണ്ട് അതിനൊക്കെയുള്ള പാട്ട്. അതുകൊണ്ട് നക്കാപ്പിച്ച് ഇടുക. ഞാൻ മർത്തോമയിലായിരുന്നപ്പോൾ പലരുടെ സ്തോത്രകാഴ്ച ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇട്ടത് എനിക്കറിയാം. പക്ഷെ ഇന്ന് അതിന്റെ എത്രയോ മടങ്ങ് സ്ഥിര വരുമാനമില്ലെങ്കിലും തമ്പുരാൻ തരുന്നതെന്ന് അതിന്റെ എത്രയോ മടങ്ങ് കൊടുക്കുന്നു. കൊടുക്കാൻ വചനം പഠിച്ചു മനസ്സിലായി. കൊടുത്താൽ കുടിച്ചു മുടിഞ്ഞതല്ലാതെ കർത്താവിന് വേണ്ടി കൊടുത്തൊരുത്തനും മുടിഞ്ഞിട്ടില്ല. മാത്രമല്ല അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ്. ഇതുപോലെ പിശുക്കത്തരവ കാണിക്കുന്നു. ഞാൻ 5 രൂപ കൊടുത്തു, 10 രൂപ കൊടുത്തു. എത്ര പേരുണ്ട്? 200 ചില്ലുവാനും ഫാമിലീസ്. എല്ലാവരും അങ്ങനെ 10 വെച്ചൊന്ന് നോക്കിക്കേ എത്ര കിട്ടും. നമ്മളത് നോക്കണം. എനിക്ക് എന്റെ കർത്താവ് എന്തോ എനിക്ക് ലഭിച്ചതിന് ഗ്രേസ്. ഗിവിംഗ് ഈസ് എ ഗ്രേസ്, കൃപയാണ് കൊടുക്കുക എന്ന് പറയുന്നത്. ആദിമ സഭയുണ്ടല്ലോ, കെയറിംഗ്, ബെയറിംഗ് ആൻഡ് ഷെയറിംഗ് ചർച്ച്. കെയറിംഗ്, ബെയറിംഗ് ആൻഡ് ഷെയറിംഗ് ചർച്ച്. അതാ നമ്മൾ കർത്താവ് പ്രതീക്ഷിക്കുന്നത്. 3 ഭയങ്കര എളുപ്പം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ സഹോദരി പിന്നെ അത് ആവർത്തിക്കാൻ എന്റെ മുഖം അന്വേഷിക്കണം. എങ്ങോട്ടാ നോക്കണ്ടേ? പ്രവാചകൻ വന്ന് ഒരു രാജാവിനോട് പറഞ്ഞു, നിന്റെ കാറ്റ് പോകാറായി. യുവർ ഡേയ്സ് ആർ കൗണ്ടഡ്, സെറ്റ് യുവർ ഹൗസ് ഇൻ ഓർഡർ. നിന്റെ ഗൃഹകാര്യം നേരെ. ആരോടാ? ആര് പറഞ്ഞു? പ്രവാചകൻ ചെന്ന് പറഞ്ഞു. അദ്ദേഹം ചെയ്തു തന്നെ. ചുവരിന് വേറൊന്നും എനിക്ക് കാണുന്നില്ല. ഇവിടെ ഒത്തിരി കാണാനുണ്ട്. അരമന പാലസ, എന്തെല്ലാം ആകർഷകമായ വാല്യുകളായ പലതുകൊണ്ട്. ഇതൊന്നും കാണണ്ട. കാണേണ്ടവന്റെ മുഖത്തേക്ക് മാത്രം നോക്കാൻ ഏകാഗ്രതയോടുകൂടി അവന്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിതരായി. പിന്നെ ദുർമാർഗങ്ങളെ വിട്ടു. ആരുണ്ട് കർത്തൃദാസനെ ഇങ്ങനെ അങ്ങോട്ട് വിശുദ്ധി പോകുന്നത്? മനുഷ്യനല്ലേ. ഇവിടെ അല്ലയോ കവി വില്യം ഷേക്സ്പിയർ പറയുന്നതാണ് ടു എയർ ഈസ് ഹ്യൂമൻ. അത് കവി ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളം കവി. മനുഷ്യനല്ലേ ഞാൻ, മാപ്പേക സോദര, മനുഷ്യർ തെറ്റുകൾ ഉള്ളവരല്ലേ. ഇതൊക്കെ ലെയിം എക്സ്ക്യൂസ് അങ്ങോട്ട് ചെയ്യുമ്പോണ്ടല്ലോ. ഇതിന്റെ വ്യവസ്ഥയാണ് അവിടെ. ഇതിവിടെ പറഞ്ഞിരിക്കാൻ പറ്റും ഒരു പരിധി. തേർഡ് നെക്ഷൻ, ദുർമാർഗങ്ങളെ വിട്ടുപിടിക്കുക. ഇപ്പോൾ പണ്ടൊരാള് പറഞ്ഞു, കൽപ്പന ലംഘനമുള്ള പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതാണോ പാപം? നിന്റെ സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം നമ്മളൊന്ന് ഓർത്തേ.
നമ്മളോട് വീട്ടിൽ നിന്ന് പാല് വാങ്ങിക്കുന്ന ഒരാൾ എന്താ പറയും? തോടാ പാനി അവർ തോടാ തൂത്ത്, ഇങ്ങനെ പറയുന്നുള്ളൂ. ഇപ്പൊ എന്റെ വീട്ടിൽ ഞങ്ങൾ അവിടെ ചെന്ന നാള് പോലും ഒരു തമിഴ്നാടൻ പയ്യനാ, രാജപാളയത്തോടൊരു പയ്യനാ പാല് കരുത്, നല്ല പ്യുവർ മിൽക്ക്. അതേസമയം ഒരു ചൊറിയാനി ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ, ഒരു സൂക്രി ആയിരുന്നെങ്കിൽ, ചൊറിയാനി ക്രിസ്ത്യാനി ഒരു സൂക്രി ആണെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്തുവാ 50% പാലും അച്ഛൻ മുതലാണ്ടായച്ചു. ഈ ഓക്കെ ഗീക്കെ ഒക്കെ വാങ്ങിക്കണ എത്ര രൂപ വേണം? പുല്ല് വല്ലയിടത്തും ഉണ്ടോ? ഉള്ള പുല്ലെല്ലാം മരുന്ന് കഴിച്ചിട്ടേക്കൊന്നും അല്ലേ, വളരെ എക്സ്പെൻസീവാ. അപ്പൊ ഇതുകൂടെ അല്ലേ മുതലാകത്തില്ല. പക്ഷെ ഇങ്ങനെ പറയുന്ന ചാക്കോച്ചായന്റെ സഹധർമ്മിണി മേഴ്സിക്കുട്ടി രാവിലെ ജേഴ്സി കറക്കാൻ തൊഴുത്തിലോട്ട് ചെല്ലുമ്പോൾ വീടുതല്ലോ കിടക്കുന്നു. മേഴ്സിനെ വാലെ പിടിച്ച് വേണം ജേഴ്സി. അത് കേട്ടില്ലേ പറയുന്നത്? തമ്പുരാൻ ദീർഘക്ഷമയുള്ളവനായതുകൊണ്ടാ ഇതൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പിന്നെയും ആയുസ് ദീർഘിപ്പിച്ചു. ഏതൊരു ഇടപാടിലും ഒരു ക്രിസ്ത്യാനി, യഥാർത്ഥ ക്രിസ്ത്യാനി, എല്ലാ രംഗത്തും ഞാൻ പറഞ്ഞല്ലോ, 2 രാജാക്കന്മാർ 4:9 ശൂനേംകാരത്തി സ്ത്രീ, ഞാൻ അവിടെ പറഞ്ഞു. ഈ ശൂനേംകാരത്തി സ്ത്രീ അവിടെ കൂടെ കടന്നു വന്ന ഒരു സ്ട്രേഞ്ചർ, അൺഫെമിലിയർ മാൻ, ഒരു പരിചയമില്ല, ആരോ ഇങ്ങനെ കൂടെ കടന്നു പോകുന്നു. ആ മനുഷ്യനെ കണ്ടുകൊണ്ട് എന്തോ പറഞ്ഞെന്നറിയാമോ? നമ്മുടെ വഴിയായി ശ്രദ്ധിച്ചോണേ, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഈ ആൾ, എനിക്കറിയൂടാ, ഒരു അഡ്രസ്സും അറിയത്തില്ല, പക്ഷെ കൂടെ പോകുന്ന ആൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന്. ഇതാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഒരു പരിചയമില്ലാത്ത ഒരാള് പറയണം ഈ ബൈബിളും നെഞ്ചോട് ചേർത്ത് ഹല്ലേലൂയാ സ്തോത്രം പറയുന്ന, കൈയടിച്ച് പാടുന്ന, അന്യഭാഷ പറയുന്ന, തിരുവത്താഴം കൈക്കൊള്ളുന്ന, സഭായോഗത്തിൽ നിരന്തരം മുടങ്ങാതെ പോകുന്ന ആ കർത്തൃദാസൻ, ആ കർത്തൃദാസി, കൂടെ ഇതുവഴി പോകുന്ന ഒരു വിശുദ്ധനായ. ഒന്ന് കൈവെച്ചേ പറയുമോ? ഒറ്റ എണ്ണം കൈവെക്കത്തില്ലെന്ന് എനിക്കറിയാം. പറയുമോ? മറ്റുള്ളവർ പറയണം എങ്കിലേ പേർ വിളിക്കും. പാടാം ഭംഗിയായിട്ട്, ജൂണിന് പാടാനൊക്കെ നോട്ട്സ് ഒക്കെ അറിയാൻ. പക്ഷേ ഇവിടെ ഈ ചന്നപ്പട യൂണിവേഴ്സിറ്റി പറയുമായിരുന്നു, പറന്നു പോകുന്നൊരു പാട്ടുണ്ടല്ലോ, പറന്നിടുമേ ഞാനും ആഹാ കറങ്ങിടുമേ നീയും. ഞാൻ കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹം പറയും, ഞങ്ങളെ പോലുള്ളവരൊക്കെ മറക്കും, നീയൊക്കെ ഇവിടെ കടന്ന് പാട്ടൊക്കെ മറന്നു പോയി. കാകളനാഥല്ലേ ഇവിടെ. അതെ, ഞാനത് ചോദിക്കട്ടെ, തയ്യാറാണ്? ഇനി നമുക്ക് വിഷയത്തിൽ കർത്താവ് പറയുന്നു, യാചിപ്പിന്നാൽ യാചിക്കുന്നവന് കിട്ടിയിരിക്കും. കർത്താവ് പറഞ്ഞ രൂപയുണ്ടല്ലോ, ഇടപെടാതെ പ്രാർത്ഥിക്കും. പ്രേ വിത്ത് തോട്ട്സ് ഈസി. അർദ്ധരാത്രിയിൽ വീട്ടിൽ ഗസ്റ്റ് വന്നു, അവിടെ ഒന്നും കൊടുക്കാനില്ല, ഉള്ള കാനായി നാസായി കൊള്ളതെല്ലാം തോന്നും. ഓടി അടുത്ത സേവനം എടുത്തി അർദ്ധരാത്രിയാണ്. പുള്ളിക്കാരൻ പല ലേമിസ്റ്റൂസും സമയമൊക്കെ. അവസാനം ഇടപെടാതെ മുട്ടിക്ക നിമിത്തം അവൻ എന്ത് ചെയ്തു? കർത്താവ് കൺക്ലൂഷൻ പറയുന്നതാണ്. അതുപോലെ ബാക്കി പറഞ്ഞു, ഇതുപോലെ കൂടെ കമ്പനി ചെയ്ത് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇറങ്ങി വന്ന് കൊടുത്തതുപോലെ ദൈവസന്നിധിയിൽ രാവും പകലും നിലവിളിക്കുന്നവരുടെ നിലവിളിക്ക് തമ്പുരാൻ മറുപടി തന്നിരിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥിച്ചോ മടുത്തുകൂടാതെ. വിഷയത്തിന്മേൽ ദൈവം മറുപടി തരാൻ പോവുക. സ്നാനപ്പെടാൻ ആഗ്രഹിച്ചെങ്കിൽ അവസരം തന്നിരിക്കുന്നു. സ്നാനപ്പെട്ടു നാളത്തേക്ക് മാറ്റി വെക്കും. അങ്ങനെ അനുഭവത്തിലേക്ക് വരാത്ത ആരെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലോ അയൽവക്കത്തോ ഉണ്ടെങ്കിൽ ഇന്ന് അത്രയും ഒത്തല്ലെങ്കിൽ രാവിലെ എന്ന് സുവിശേഷം അറിയിച്ചു. ഇല്ലെങ്കിൽ അവരുടെ ആത്മാവിന് വേണ്ടി കണക്ക് പറയേണ്ടി വരും. നീ അറിഞ്ഞ സത്യം അറിയിക്കുവാൻ കലറയ്ക്കൽ വന്ന സഹോദരിമാരോട് ദൂതൻ പറഞ്ഞത്, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. പിന്നെ പറഞ്ഞ എന്താണെന്നറിയോ? വേഗം
and said to my brethren, എന്റെ സഹോദരന്മാരോട് വേഗം ചെന്ന് പറ, നിങ്ങൾ കണ്ടത്, നിങ്ങൾ അനുഭവിച്ചത്, നിങ്ങൾ അറിഞ്ഞത് അടക്കി വെക്കരുത്, വേഗം ചെല്ലണം. നാളെ നമുക്കുള്ളതല്ല, നാളെ ആ പുള്ളിക്കും ഉള്ളതല്ല. ആരോടാണോ അറിയിക്കേണ്ടത് അപ്പോൾ അറിയിക്കണം. D.L. മോഡി ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ഒരു റെന്റഡ് റൂമിൽ റെസ്റ്റ് ചെയ്യാം. ദൈവാത്മാവ് അർദ്ധരാത്രിയിൽ അദ്ദേഹത്തെ തട്ടി ഉണർത്തി. ക്ഷീണിതനായി കിടക്കുക, വലിയ ഗുണപ്രയോഗത്തിൽ പ്രസംഗിച്ചിരിക്കുക. ദൈവാത്മാവ് തട്ടി ഉണർത്തി. താഴോട്ടിയില്ല, ക്യാൻറ്റീൻ്റെ അടുത്തോട്ടിയില്ല. അദ്ദേഹം പിന്നെയും കടന്നു തുടങ്ങി. വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും നിരന്തരമായി മുട്ടുന്നു. ആരും ഒരു വെളിച്ചം കാണാം, ചെല്ലുക. അദ്ദേഹം ക്ഷീണിതനായി അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഒരു 4 യാമമായപ്പോൾ താഴെ വലിയ ബഹളം കേൾക്കും. അവിടുത്തെ മെയിൻ ചെഫ് സൂയിസൈഡ് ചെയ്തു. ദൈവാത്മാവ് D.L. മോഡിക്ക് 3 പ്രാവശ്യം ആലോചന താഴോട്ടിയല്ല. എന്തിനാ? അവനിങ്ങനെ ഹി വാസ് ട്രാമ്പിങ്, ഫുള്ളി റെസ്റ്റ്ലെസ് ആയി, ഹോപ്പ്ലെസ് ആയി, പല വിഷയങ്ങളാൽ ടെൻഷനായി ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് നിൽക്കുന്ന അവസ്ഥയിൽ ആ ദൈവാത്മാവ് വേനോട് ചെന്ന് തീർച്ചയായിട്ടും പറ, അവൻ്റെ ആത്മാവ് ശക്തി. ഇത് D.L. മോഡി നിറഞ്ഞ കണ്ണുകളോടെ അനേക ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രസംഗത്തിലുണ്ട്. ഞാൻ പറയട്ടെ, അറിയിക്കാൻ കടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വലിയൊരു ക്രൈസിസ്. എന്താ ക്രൈസിസ്? അപ്പനെ കളിപ്പിച്ചു. 28-ന്റെ 31-48. അപ്പനെ കളിപ്പിച്ചു, സഹോദരനെയും കളിപ്പിച്ചു. ആദ്യം സഹോദരനെ, പിന്നെ അപ്പനെ കളിപ്പിച്ചു. ഇല്ലീഗൽ സോഴ്സിലൂടെ ജ്യേഷ്ഠാവകാശം കിട്ടി. ഇല്ലീഗൽ സോഴ്സിലൂടെ അപ്പന്റെ ലാസ്റ്റ് ബ്ലെസ്സിങ്സ് കിട്ടി. അപ്പോൾ യാക്കോബ് പറയാ, ഞാൻ അവനെ കൊല്ലും. ഏശാവ് പറയാ, ഞാൻ എൻ്റെ സഹോദരനെ 2 പ്രാവശ്യം അവനെ ചതിച്ചു. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഞാൻ ഈ അവനെ ആ കൊച്ചു വെളുപ്പാൻ കാലത്ത് അവൻ അവിടുന്ന് തിരിഞ്ഞു നോക്കാതെ ഒരു വടിയും പിടിച്ചുകൊണ്ട് പോയി. എങ്ങോട്ടാ പോയത്? അമ്മയുടെ അടുത്ത്, ലാബാന്റെ അടുത്ത്. അവിടെ ചെന്ന് നീണ്ട 20 സംവത്സരം അവിടെ പൊറുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ 31-ാം അധ്യായം 1 മുതൽ 3 വരെ സമയമില്ല, നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. 31 മുതൽ 3 വരെ സംഭവിക്കുമ്പോൾ നോക്കുമ്പോൾ 3 സംഭവങ്ങൾ നടന്നു. ഒന്ന്, വേണ്ട സമയമില്ല, അതാ പറഞ്ഞു. സഹോദരൻ അളിയന്മാര് പറയുക, ഇതുവരെ ഒരു കുഴപ്പമില്ല. 20 വർഷമായപ്പോഴത്തേക്ക് അളിയന്മാര് പറയുന്നു, എന്നാൽ നമ്മുടെ അപ്പനുള്ളതല്ല അവൻ അടിച്ചു മാറ്റിയത്, നല്ല പുള്ളിയും പോരും ചടിച്ചു. ഈ ശ്രമിക്കണം, ഞാൻ പറയട്ടെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രമിക്കണേ, പ്ലീസ് പ്ലീസ് ശ്രമിക്കണം. ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയാ, ഡെത്ത് കയറുന്നത് ശരിയാകത്തില്ല. 20 ആയപ്പോഴത്തേക്ക് സ്വരച്ചേർച്ചയില്ലാതായി. പൊറുവർക്കാൻ തുടങ്ങി അളിയന്മാർ. നല്ല അപ്പന്റെ അടുത്ത മോന്റെ കളി. ഇതിന്റെയൊക്കെ അപ്പുറത്തെ വേല അറിയാവുന്നതാണ് ആര്? യാക്കോബ്. അവന്റെ ചെവിയിൽ അതെത്തി. അവനിങ്ങനെ എപ്പോഴും നടക്കുന്നവന്. അവരുടെ ചെവിയിൽ പോട്ടെ, അമ്മായിപ്പന് കുഴപ്പമില്ല. അമ്മായിപ്പിന്റെ തുടർന്ന് വെച്ചാൽ അമ്മായിപ്പിന്റെ മുഖഭാവം മാറി. അപ്പൊ അവന് മനസ്സിലായി, ഇനി ഇവിടെ നിന്നാൽ. അപ്പോൾ യഹോവയായ ദൈവം പറയുന്നത്, യാക്കോബേ, ബേഥേലിൽ വെച്ച് മാത്രമല്ല നിന്റെ പിതാവായ ഇസാക്കിനോടും അവന്റെ അപ്പനായ യാക്കോബിനോട് ഞാൻ പറഞ്ഞ വാഗ്ദത്തം നിന്നിൽ നിവർത്തിക്കണം, നിന്റെ തലമുറകളിൽ നിവർത്തിക്കണം. അതുകൊണ്ട് നീ ഇങ്ങനെ വല്ലവന്റെ കറവി കഴിയേണ്ടവനല്ല. ജയസതേ മടങ്ങിപ്പോ. ഇത് 3 കൂടെ ആയപ്പോ അവൻ എന്ത് ചെയ്തു? അമ്മായപ്പൻ സ്ഥലത്തില്ലാത്തൊരു തക്കം നോക്കിച്ചാണ് വഴിക്കെത്തിയിരിക്കുക. പുത്ര കളത്രാതിൽ ആട് മാടുകളും എല്ലാമായിട്ട് വഴിമെത്തി എത്തിയപ്പോൾ സഹോദരൻ 20 കൊല്ലം കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ട്? വല്ല മാറ്റവും വന്നോ എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? അങ്ങോട്ട് കുറെ ദൂതന്മാരെ അയച്ച് സമ്മാനം കൊടുത്തു. അവർ ഓടി വന്ന് പറയുന്നു, യജമാനനെ, ഇതാ നിന്റെ സഹോദരനായ ഏശാവ് 400 ആടുകൾ, വേടാൻ ബാക്കി 32 400 ആടുകളുമായി വരുന്നു. ഇത് കേട്ടപ്പോൾ അവൻ വിചാരിച്ചത്, ഒരാളാണെങ്കിൽ 2 പേരാണെങ്കിൽ എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാം, 400 ഗുണ്ടകളുമായിട്ട് വരിക. അങ്ങനെ ഇല്ലാത്തില്ല. അവൻ എന്ത് ചെയ്തു? ഞാൻ വായിക്കുന്ന 7-ാം വാക്യത്തിൽ അവൻ ഏറ്റവും ഭയപരവശനാണ്. നോക്കണേ, ഇതുവരെ അഹം ഇഹയ,
ഞാൻ മുമ്പ് മറ്റുള്ളവരെല്ലാം പുറകെ എന്നും പറഞ്ഞ് പിടിച്ച് കയ്യിലിരിപ്പോണ്ടൊക്കെ നേടിയവൻ കിടക്കുന്നു. അവന് മനസ്സിലായി ദൈവത്തെ കൂടാത്ത നേട്ടങ്ങൾ കോട്ടങ്ങളാ. അൾട്ടിമേറ്റ് ഇടുക്കവിടെ പോയി വഴിമുട്ടി. അപ്പോൾ യാക്കോബ് പ്രാർത്ഥിച്ചതെന്നാൽ എപ്പോൾ പുറകോട്ട് പോകാനൊക്കെ റിവേഴ്സ് ഗിയർ ഇടാനൊക്കെ പറയും. ഉറങ്ങാത്തവര് പറ ഒക്കത്തില്ല. അവിടെ അടഞ്ഞു. മുമ്പോട്ട് പോകാനൊക്കെ ദാ വരുന്നു. ഒന്നാണോ 400 ആളുകളുമായി വരും. വഴിമുട്ടി. അപ്പോഴവന് മനസ്സിലായി ഓൺലി ഗോഡ് ക്യാൻ സോൾവ്. ഈ അടഞ്ഞ വഴി തുറക്കുവാൻ, ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന്, ക്രൈസിസ് നിന്ന് എന്നെ വിടുവിക്കുവാൻ സർവശക്തനായ എന്റെ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയത്തില്ല. 77-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവമേ നിന്റെ വഴികളൊക്കെ വിശുദ്ധം തന്നെ, നിനക്ക് തുല്യനാ. അവൻ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ മുഴുവൻ സങ്കീർണങ്ങളായ വിഷയത്തിൽ ഭാരപ്പെടുന്നത്, സാമ്പത്തിക പരാധീനത, ശാരീരിക രോഗാതുരമായ ശരീരത്തിന്റെ അവസ്ഥ, പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നു, മറ്റ് പലവിധത്തിലുള്ള പ്രയാസങ്ങൾ, ശരീരത്തിന് കൂടെ അസുഖങ്ങൾ, ഒന്ന് മാറുമ്പം വേറൊന്നും, എത്ര മരുന്ന് കഴിച്ചാലും മാറുന്നില്ല, ഫിസിക്കലി വീക്കായി വരുന്നു, എല്ലാം ഉരട്ടായി മാറുന്നു. ഇന്ന് രാത്രി വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, മുട്ടമടക്കി. അവൻ പറയുന്നു, only God can solve my problem. എന്റെ അടഞ്ഞ വഴി തുറക്കുവാൻ എന്റെ ദൈവത്തിനല്ലാതെ മനുഷ്യനോ മാനുഷ്യമായ പരിമിതികൾക്കോ വിടുവിക്കാനൊക്കാത്ത സാഹചര്യം നമ്മുടെയും ജീവിതത്തിലുണ്ട്. അല്ലേ? കടന്നു പോയിട്ടില്ലേ? പണമുണ്ട്, ആൾക്കാരുണ്ട്, ആരോഗ്യമുണ്ട്. പക്ഷെ ഈ വിഷയത്തിന്മേൽ അവരെ കൊണ്ടുപോയി എല്ലാവരും നോ പ്ലീസ്, വെരി സോറി. അവിടെ പറയാം, സായിപ്പിന്റെ ഭാഷയിൽ പറയാം, മാൻസ് എക്സ്ട്രീമിറ്റി ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി. മനുഷ്യൻ അവന്റെ കഴിവിന്റെ അപ്പുറത്തെ പിടിച്ചു നിൽക്കുക, ഇനി അങ്ങ് പിടിക്കാൻ. That is God's opportunity. ഒന്നുകൂടെ വ്യക്തമാക്കാം. 4-ാം യാമം അത് കഴിഞ്ഞ് അവനെ നേരം വിളിക്കാം. 4-ാം യാമം ആയപ്പോൾ ശിഷ്യന്മാർ they were counting the hours, അല്ല മിനിറ്റ്സ്. മുങ്ങി താഴാൻ പോകും. മിനിറ്റുകളെ ഉള്ളവർ തീരാൻ പോകും. ആർത്തരുമ്പുന്ന തിരുമാല, പ്രക്ഷുബ്ധമായ അന്തരീക്ഷം അവിടെ തീരാൻ പോവാ. ആ സമുദ്രത്തിന്റെ തിരമാലകളുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ അവർ നിലവിളിക്കുന്നു. ആര് കേൾക്കാൻ? ഈ പട ഇങ്ങനെ അമ്മാനമാടുക. ഇപ്പോൾ മുങ്ങും. ആര് കാണാൻ? എന്നാൽ കാണേണ്ടവൻ കണ്ടു. ഒരു സ്തോത്രം പറയാം. 2 കരം ഉയർത്തി ദൈവമേ, 4-ാം യാമത്തിൽ നിന്റെ അടുക്കലെത്തി. അവനാ വിളിച്ചിറക്കിയത്, പടയിറക്കാൻ പറഞ്ഞു. അവനാണെങ്കിൽ നമുക്ക് 100% ഉറപ്പുണ്ട്, ഈ ലോകം കീഴ്മേൽ മറിയട്ടെ, ജീവിത പട എത്ര കിടന്നും ആടത്തെ പ്രതികൂലങ്ങളാൽ എന്റെ കർത്താവ് അറിയാതെ എന്റെ തലയില് മുടി പോലെ നിലത്ത് വീഴുന്നില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. ഇത് യാക്കോബിന് മനസ്സിലായി. അവൻ പരിപാലിക്കാൻ കഴിവുള്ള ഏകനായ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലം അടക്കുന്നു. ഇനി ആ വിഷയം ഇതുവരെ മുഖവിലയ. പക്ഷേ 4 പോയിന്റ് പറയാൻ സമയമില്ല. നമുക്ക് ഡോക്ടർ പറയുന്നു, ഏറ്റവും ബെസ്റ്റ് ഡോക്ടറെ പോയി കാണും, അറിയപ്പെട്ട ഡോക്ടർ, എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവിടെ. പക്ഷെ ഡോക്ടർ വന്ന് പറയുന്നു, ഞങ്ങൾ ടീം, ഈ ഡിപ്പാർട്ട്മെന്റ് ടീം പരിശോധിച്ചപ്പോൾ ഈ രോഗി ഓപ്പറേഷൻ ചെയ്താലും വലിയ ഗുണമില്ല. അപ്പോൾ ഈ അവസ്ഥയിൽ അങ്ങ് വീട്ടിൽ പ്രാർത്ഥിക്കും. അതാണ് 4-ാം യാമം. ഇന്നും ആർക്കും ഇനി ഒന്നും ചെയ്യാനൊക്കെ മുട്ടുമടങ്ങിക്കും, നിലവിളിച്ചു. ഏത് മാരകമായ രോഗമായ, എത്ര തലയ്ക്ക് മീതെ കവിഞ്ഞൊരുങ്ങുന്ന തിരമാലകളായ, നിന്റെ ജീവിത പടകിന് എതിരെ വരുന്ന
തലമുറയെ നശിപ്പിക്കുവാൻ, അവരുടെ അനുഗ്രഹത്തെ തടയുന്ന, നന്മയെ തടയുന്ന, നമ്മുടെ ആരോഗ്യത്തെ തടയുന്ന, നമ്മുടെ അധ്വാനത്തെ നശിപ്പിക്കുന്ന ശത്രുവിന്റെ മേൽ ജയം തരുവാൻ എന്റെ കർത്താവ് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. മുഴങ്കാൽ മടക്ക, നിലവിളിക്കോ. നസ്രയനെ, ദാവീദ് പുത്ര, കരുണ പറഞ്ഞാൽ നിശ്ചയമായി അവൻ നിൽക്കും. ദൈവത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് ഒക്കും. വ്യക്തമായി പഠിപ്പിച്ചു. അതിവേഗം പോകുന്ന കർത്താവ് കൂട്ടം നിലവിളിച്ചു. ശിഷ്യന്മാരുടെ മിണ്ടായില്ലടാ, ഗുരുവിനെ അസഹ്യപ്പെടുത്താൻ. അവൻ അന്നേരം എന്ത് ചെയ്തു? അല്പം കൂടെ അരക്കട്ടയ്ക്കൂടെ കൂട്ടി അങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങി. യേശു നിന്നു. യേശുവിനെ നിർത്താം. കണ്ണുനീരുണ്ടെങ്കിൽ നിൽക്കും അവിടെ. 2, യേശുവിന്റെ മനസ്സ് മാറ്റാൻ നോക്കൂ. മിണ്ടുന്നില്ല. 2 ഭാഷ എന്തോ നിദ്രാമേഘം വിളിച്ചു. മനസ്സ് മാറ്റാൻ നോക്കൂ. മാറ്റാം. ഹിസ്കിയാവേ, നിന്റെ ഗൃഹരാജ്യം ശരിയാക്കിക്കോ. പോകാൻ പോവാ. പക്ഷേ 14 വർഷം മനസ്സ് മാറ്റിയോ? എന്തോ എന്റെ പിന്നിൽ കണ്ണുനീർ, മുഴങ്കാലം അടക്കി. 4 കാര്യം പോയിട്ട്. 1, എന്റെ പിതാവായ ദൈവത്തിന്റെ, എന്റെ പിതാവായ ഇസാക്കിന്റെ, എന്റെ പിതാവായ അബ്രഹാമിന്റെ. 9-ാം വാക്യം. ദൈവമേ, എന്തു അതിന്റെ അർത്ഥം? Oh Lord, you are an unchanging God. എന്റെ അപ്പനെ നടത്തിയവനെ, എന്റെ വലിയപ്പനെ നടത്തിയവനെ, എന്റെ പൂർവ്വന്മാരെ അത്ഭുതകരമായ ഒന്നുമില്ലാതെ നടത്തിയവനെ, നീ എന്നെ നടത്താൻ മതിയായവനാണ് ഞാൻ. അവന്റെ മുമ്പിലാ ഞാൻ എന്റെ മുഴങ്കാൽ മടക്കിയിരിക്കുന്നു. ആരുടെ മുമ്പിലാ? മാറ്റപ്പെടാത്ത, സർവശക്തനായ, എന്തും പരിഹരിക്കാൻ കഴിവുള്ളത്. അതായത് ആവർത്തന പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയം ഞാനത് തീർത്ത് തരാം. ഇന്നാ വചനം ഏറ്റെടുത്ത് നമ്മോട് ഓരോരുത്തരോടും വചനം ഏറ്റെടുക്കാം. നിനക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയം എന്താ? അത് പറ, കർത്താവിനെ പരിഹരിച്ചു തരാൻ നമ്മുടെ മധ്യേ. ഇങ്ങനെ കൈയടിക്കണ്ട. ഇങ്ങനെ കൈയടിച്ചാൽ തന്നെ ജോലി വരും. ഉറക്കം തൂങ്ങും. എന്റെ അപ്പനെ നടത്തുന്നത്. മോശ 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, കർത്താവേ, നീ തലമുറയാ ഞങ്ങളുടെ സങ്കേതം. ആ ദൈവം കൈവിടത്തില്ല. അവന്റെ മുമ്പിലാണ് ഞാൻ എന്റെ വിഷയമായുള്ളത്. 2, എന്റെ ശത്രുവായ ഏശാവിന്റെ കയ്യിൽ നിന്ന് വിളിക്കും. അവന്റെ ശത്രു ഏശാവാണെങ്കിൽ എഫേസർ 3 ഭാഗത്ത് പറയുന്നുണ്ട്. എഫേസർ ലേഖനത്തിൽ നമുക്ക് പോരാട്ടമുള്ളത്. ഒരു ക്രിസ്തീയ വിശ്വാസിക്ക്, ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദന വിശുദ്ധിയും വേർപാടും അനുഷ്ഠിക്കുന്ന ഒരു പെന്തക്കോസ്ത് വിശ്വാസിക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പള്ളിയിൽ നിന്ന് മുടക്കിയെന്നിരിക്കും, കല്യാണത്തിന് വിളിച്ചില്ലെന്നിരിക്കും, ഫോട്ടോയ്ക്ക് ആഭരണമില്ലാത്തവരുടെ മുമ്പിൽ നിർത്തിയില്ലെന്ന് വരും. അതല്ല പോരാട്ടം. നിന്റെയും തലമുറയുടെയും ആത്മാവിനെ നഷ്ടമാക്കുന്ന, നിന്റെ വ്യക്തി ജീവിതത്തിന്റെ, കുടുംബജീവിതത്തിന്റെ സമാധാനം ഇല്ലാതാക്കുന്ന, ആത്മാവിനെ നശിപ്പിക്കുന്ന അന്ധകാര ശക്തികൾ പോരാടുവാൻ അവന്റെ സർവായുധവർഗം ധരിക്കുക. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വിധജാതികൾ ഒഴിഞ്ഞു പോകുക. നമുക്ക് പോരാട്ടം ശത്രുവുമാണ്. പ്രാർത്ഥിച്ച് ബലപ്പെട്ടാൽ തലമുറയുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയും. നമ്മുടെ കുടുംബത്തിന്മേലുള്ള ബന്ധനങ്ങൾ അഴിയും. നമ്മുടെ നന്മകളുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയും. 3 അടിയനോട് കാണിച്ച സകല ദയിക്കും. വായിപ്പിക്കാൻ സമയമില്ല. വായിച്ചു ഒരു വഴിയോട് കിടക്കണം. വന്ന വഴി മറക്കരുത്. LPS 2 ജോഡി ഡ്രസ്സ് കഴിഞ്ഞു. അത് 2 നല്ല കട്ടിയുള്ളതാണ്. ശനിയാഴ്ച കഞ്ഞിവെള്ളത്തിൽ അങ്ങോട്ട് മുക്കും. കരിത്തേപ്പ് ഇട്ട് തേക്കും. പകുതി ഉണങ്ങും, പകുതി ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൊണ്ട് ഉണങ്ങും. അങ്ങനെ ചെന്ന് സൺഡേ സ്കൂളിൽ ഇരിക്കുന്നത് പിറ്റേഴ്സ് ഇടുന്നത്. ഇപ്പോഴോ എന്തിടണം, ഏതെല്ലാമാണ് ഇടേണ്ടത് ഇഷ്ടംപോലുണ്ട്. വന്ന വഴി ഞാൻ മറക്കത്തില്ല. 42 കൊല്ലം പള്ളികളിൽ എൻ്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞ മെസ്സേജ് പറയട്ടെ. ഇന്നും ഞാൻ പറയും. ഒരിക്കലല്ല, മോൻ യങ്സ്റ്റർ ആയിരിക്കുമ്പോൾ, യുവാവായിരിക്കുമ്പോൾ അവൻ പറഞ്ഞു, അപ്പ ഞങ്ങളെ ഇരുത്തി പഠിക്കുന്ന നാണം കടത്തിക്കുന്നു. ശരിയല്ലേ? പക്ഷേ ഞാൻ പറഞ്ഞു, മോനെ അത് പറയാതെ അപ്പായിക്ക് പ്രസംഗമില്ല. എന്തോ പറയുന്നത്? എങ്ങനെയായിരുന്നു? ഇപ്പം ഡോളറും ദിറംസും എന്തുവാ പൗണ്ടും ഒക്കെ ഉണ്ടല്ലോ. എങ്ങനെയാ ജീവിച്ചത്? നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ പ്രായമുള്ള വീട്ടുകാർക്കും അറിയാം. എന്തിനാ പൊങ്ങച്ചം പറയുന്നത്?
ഒരു വടിയോടുകൂടെ ഇപ്പൊ രണ്ട് വലിയ ജാതിയാക്കി. എന്താ പറയുന്നത്? അടിയനോട് കാണിച്ച സകല ദയക്കും വിശ്വസ്തതയ്ക്ക് ഞാൻ അപാത്രം. Lord, I am fully unworthy to receive all these heavenly blessings. ഞാൻ ഓർക്കുകയാണ്, എരുവേലും ഇരിക്കുമ്പോൾ 72 പട്ടവേറ്റോട് ഒരു സൈക്കിളിന് വേണ്ടി കൊതിച്ച ആളാണ്. കൃപയാൽ 8 സീറ്റർ വണ്ടിയാണ്. മൗത്തും മാനവും എന്റെ കർത്താവ്. എത്ര നന്ദി പറഞ്ഞാലും ഈ പ്രായത്തിൽ ടൂ വീലർ ഓടിക്കാൻ വയ്യാതെ സ്ട്രോക്ക് വന്ന് കിടക്കുന്നതാണ്. ഞാൻ രാത്രി ഞാൻ മിസ്സസും കൂടെ ഞങ്ങളുടെ വില്ലേജ് ഓഫീസറെ, താലൂക്ക് ഓഫീസറെ കാണാൻ പോയി. കഷ്ടം അദ്ദേഹത്തിന്റെ കിടപ്പല്ല. അവർക്ക് 3 വാൽവ് ടെൻഡാണ്. എന്റെ കോബ്രദർ, അപ്പച്ചന്റെ കോബ്രദല്ല, ഫസ്റ്റ് കസിൻ, രാവിലെയും വിളിച്ച് ഹാപ്പി ഈസ്റ്റർ ഒക്കെ പറഞ്ഞു. അവൻ മരണമായ മലയിൽ എന്നിട്ടും ഫോൺ എടുക്കാൻ വയ്യ. നേരിയ സ്ഥലത്തിൽ എന്നോട് സംസാരിച്ചു. ഒന്ന് ഓർത്തു വിളിക്കുക ദൈവമക്കളെ, പറയുന്നു. അപ്പൊ ഈ ആരോഗ്യം തന്നെ എത്രത്തോളം അടിയനോട് കാണിച്ച, അടിയങ്ങളോട് കാണിച്ച, തലമുറകളോട് കാണിച്ച, എന്റെ കുടുംബത്തോട് കാണിച്ച സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും അമാത്രം നന്ദി പറഞ്ഞാൽ, വിനയപ്പെട്ടാൽ ഇരട്ടി ദൈവം വീണ്ടും തരും. ഇല്ലെങ്കിൽ ഉള്ളതും കൂടെ എടുത്ത്, അറിയാമല്ലോ താലന്തിന്റെ ഉപമ, ഇല്ലാത്തവനും കൂടെ എടുത്ത് ഉള്ളവനും ഓർത്ത് കൊടുക്കും. ഏറ്റവും ഞാൻ പുസ്തകം മടക്കി വെച്ച റെഫറൻസ് പറയുന്ന സമയം, ഏറ്റവും നീ എന്റെ പൂർവ്വന്മാരായ ഇസ്ഹാക്കിനും അബ്രഹാമിനും വാഗ്ദത്തം കൊടുത്തത് അത് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ ഇവിടെ വഴി മുട്ടത്തില്ല. ഇവിടെ വഴി മുട്ടിയാൽ ദൈവം വാക്ക് പറഞ്ഞ് മാറുന്നവനാണ്. അല്ലല്ലോ, നീ വാഗ്ദത്തം ചെയ്തവൻ മറുപടി തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വഴി തുറക്കും. കേട്ടോ, പ്രാർത്ഥനയുടെ ആഫ്റ്റർ ഇഫക്ട്. കൊല്ലാൻ വന്നവൻ കൊച്ചനിയനെ കെട്ടിപ്പിടിക്കും. 2, യാബോക്ക് ഫെറിയുടെ തീരത്ത് അവൻ ഇസ്രായേലായി ദൈവദൂതനുമായി മല്ലടിച്ച് ദൈവത്തിന്റെ പുറപ്പുമായി. ഇനി സൂത്രശാലിയല്ല, ദൈവം അവന് പ്രിൻസ് ഓഫ് ഗോഡ്. 3, യാക്കോബ് സമാധാനത്തോടെ കനാനിലേക്ക് പ്രവേശിച്ചു. 4 കാര്യങ്ങളോടെ പറയുന്നത് ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. യാക്കോബ് പറയുക, ഞാൻ ആരുടെ മുമ്പിലാണ് എന്റെ നീറുന്ന വിഷയം വെച്ചിരിക്കുന്നത്? പരിഹരിക്കാൻ കഴിവുള്ള ഏകൻ കർത്താവേ, നിനക്ക് മാത്രം കഴിയും. ആ ഉറപ്പോടൊന്ന് പ്രാർത്ഥിക്കും. 2, വിനയാനിത, ഞാൻ ഒന്നുമില്ല, തന്നെ താനങ്ങ് താഴ്ത്തി ഏൽപ്പിച്ചു. യാക്കോബെ പുഴുവ, ആ പുഴുവിനെ ആ കർത്താവ് എടുത്ത് ചോദിച്ചു. വെറും പുഴുവ നമ്മൾ ദൈവസ്ഥാനത്ത് അല്ലെ, ഇതൊക്കെ പുഴുവോട് പോകാനുള്ള മണ്ണോട് ഏറാനുള്ളതല്ലേ. ആ അവസ്ഥ കൊണ്ട് സമീപിക്കും. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദൈവം നമ്മെ നടത്തിയില്ലേ, തന്നില്ലേ. ഈ അങ്കിളിന്റെ പ്രായം കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടു. ഞാൻ 78 ജനിക്കുന്നു. ഞാൻ എവിടെ നിൽക്കുമ്പോ ഇതാ നിൽക്കുന്നു. അതിനേക്കാൾ എത്ര വയസ്സ് ഭാഗ്യമായി. അതിന്റെ 10-20 വയസ്സോടെ കുറച്ചേ തോന്നിക്കത്തുള്ളൂ. ദൈവം ദീർഘായുസ്സാട്ടെ. എന്താണെന്ന് അറിയാമോ? ആയ കാലത്ത് ഹെർക്കുലീസ് ഒക്കെ കിട്ടുക. അന്ന് അവൻ ഹെർക്കുലീസ് ആവുക. എന്റെ ബ്രദർ EMA ഉണ്ടായിരുന്ന ആള് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ബ്രദർ കിട്ടത്തില്ല. CSD ക്യാൻറ്റീനുള്ളതുകൊണ്ട് ഞാൻ പോയി ഹെൽമെറ്റും വേസ്റ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഹൈദരാബാദിലൊക്കെ പോയി പലയിടത്തും ഞാൻ പോയിട്ടുണ്ട് ബ്രദറിന്റെ കാർഡിൽ കൊണ്ട്. ഇപ്പൊ അതൊക്കെ അവര് ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ CSD. ഞാൻ പറഞ്ഞത് അതൊക്കെ അടിച്ച് ബൂസായിരുന്നെങ്കിൽ ഇത് ചങ്കും കരലും സിസ്റ്റംസ് എല്ലാം ഉലട്ടെ കിടക്കേണ്ടി വന്നു. ദൈവത്തിന് എത്ര സ്തോത്രം പറഞ്ഞു. മാത്രമല്ല, വഴിമുട്ടാനിന്റെ ദൈവം അനുവദിക്കുന്നു. മറുപടി തരും, വഴി തുറക്കും. ആ ഉറപ്പോടുകൂടെ നമുക്ക് ജീവിക്കാം. ഇന്ന് രാത്രി ചില വിഷയത്തിനും ചിലരുടെ ദൈവം സ്പർശിച്ചുകൊണ്ടിരിക്കുക, ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുക. വിടുതൽ നിശ്ചയമാണ്. വചനം ഏറ്റെടുത്തു. അതിനൊന്ന് ഉള്ളിലോട്ടൊന്ന് പ്രവേശിക്കും. ദൈവമേ, ഈ ഭവനത്തിൽ കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു വർഷത്തിനകം ഇതിന്റെ ഇരട്ടി ആളുകൾ സ്നാനപ്പെട്ട് കൽപ്പന അനുസരിച്ച് സത്യത്തിൽ ആത്മാവിനെ ആരാധിച്ച് ഇതിനകത്ത് ഇടം പോരാതെ വണ്ണം അങ്കിളൊക്കെ വെളിയിലൂടെ കൊള്ളിത്തക്കാണ് ഇവിടെ ഒരു സഭ രൂപീകരിക്കത്തക്കാണ്. സഭ എല്ലാ രംഗത്തും ദേശത്തിൽ അനുഗ്രഹമായി നമ്മളെ അടുത്ത് ഉപയോഗിക്കട്ടെ. എല്ലാ പാവങ്ങളും നേരുന്നു. നിത്യതയിൽ കാണും. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറൂരില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറൂരില്ല.
ഒരു മാറ്റമില്ല അവൻ നല്ല ഓർമ്മയിൽ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ടോനിരാമൻ കൂടെ ഓ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ടോനിരാമൻ കൂടെ ഓ വഴിയൊരുക്കും അവനാദികളിൽ കാലങ്ങളിൽ തേടി ചെന്ന് വഴി നടന്നു ഓ വഴിയൊരുക്കും അവനാദികളിൽ കാലങ്ങളിൽ തേടി ചെന്ന് വഴി നടന്നു ആദിമകൾ പലരും അടങ്ങിയിരുന്നു എല്ലാവരും വഴി തുറന്നിരുന്നു ഹല്ലേലൂയ ആദിമകൾ പലരും അടങ്ങിയിരുന്നു എല്ലാവരും വഴി തുറന്നിരുന്നു അവൻ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ടോനിരാമൻ കൂടെ ഓ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ടോനിരാമൻ കൂടെ ഓ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ടോനിരാമൻ കൂടെ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ടോനിരാമൻ കൂടെ. ഈ രാത്രി ദൈവസന്നിധിയിൽ നാം 1000 നിമിഷം മുതൽ ദൈവീയ സാന്നിധ്യമോടുകൂടി ഉണ്ടായിരുന്നല്ലോ. അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. താഴ്മയോടെ അവിടുത്തെ മുഖം അന്വേഷിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി അവിടുന്ന് വഴിയൊരുക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി അനുഭവങ്ങളിലൂടെയും അവിടുത്തെ വചനത്തിലൂടെയും ദൈവാത്മാ നമ്മോട് സംസാരിച്ചല്ലോ. കേൾക്കപ്പെട്ട വചനത്തിനും നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കപ്പെടാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനും ഇഷ്ടത്തിനും നമ്മെ തന്നെ വിധേയപ്പെടാം. അവിടുത്തെ മഹത്വം നമുക്ക് അനുഭവിപ്പാൻ ഇടയായി തരട്ടെ. ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തരട്ടെ. നമ്മെ തന്നെ ദൈവസന്നിധി സമ്പൂർണ്ണമായി സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോ രായിച്ചാൻ പിള്ളാടുന്ന് കടന്നു രായിച്ചാൻ പ്രാർത്ഥിപ്പാൻ സ്തോത്രം സ്തോത്രം പരിശുദ്ധമാകുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഈ വിശുദ്ധ കാലം അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്ക് ശേഷം കർത്താവെ ഭവനത്തിന് മറവിൽ കടന്നു വരുവാനും കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവിടിയാക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവികളെ സൂക്ഷിച്ചു പരിപാലിച്ചു, ആവശ്യമായ സകലം നന്മകൾ നൽകി, ആരോഗ്യവും ബലവും പ്രവീൺ നൽകി, ഭൗതികമായ നന്മകൾ നൽകി, ശാരീരികമായ വിടുതൽ നൽകി, ദേശത്തോടെ നിങ്ങളെ സൂക്ഷിച്ചതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ അടികൾ ജീവിതത്തിൽ വന്നുള്ള കുറവുകളും ബലങ്ങളും നല്ല അടികൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം കൂട്ടിക്കൊണ്ടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വ്യക്തികളായും കുടുംബങ്ങളായും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ കടന്നു വന്ന ജീവിതത്തെ വലിയൊരു കൃപ കർത്താവ് ചെയ്യണമേ. വലിയ അനുഗ്രഹങ്ങളെ കർത്താവ് പൈരുമാറായി കിടന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പാതിരിക്കട്ടെ കേട്ട വചനത്തോട് കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നുവെന്ന് അങ്ങോട്ട് വചനങ്ങൾ വായിക്കുന്ന പോലെ കേൾക്കപ്പെട്ട വചനങ്ങൾ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ, ഹൃദയത്തിന്റെ മാംസപ്പലയിൽ എഴുതുവാൻ, വരും ദിവസങ്ങളിൽ കർത്താവെ നിത്യജീവന പ്രയോജനമുള്ളതായി തീരുവാൻ സഹായിക്കുമാറായി പ്രാർത്ഥിക്കുന്നു. ഓരോ വചനങ്ങൾ വഴി ജീവിതത്തിന് പ്രയോജനമാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാണികൾ ഓരോരുത്തരോട് സഹായിക്കുമാറായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശാരീരികമായ രോഗികളായിരിക്കുന്നവരെ പിടിപ്പിക്കണമേ, ക്ഷീണവരെ പിടിപ്പിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരുടെ പ്രത്യാശയിലൂടെ നിറയ്ക്കുമാറാക്കണമേ. ശുശ്രൂഷിപ്പാനുള്ള ദാസന്മാരെ അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ ശുശ്രൂഷയുടെ ദാസനായി പ്രാർത്ഥിക്കുന്നു. തന്നെ കൂടെ കേൾപ്പിക്കപ്പെടുന്ന ആലോചനകൾക്കായി സ്തുതിക്കുന്നു കർത്താവെ. അടികളെ തന്നെ ജീവിതത്തിൽ കണ്ടുണരുവാൻ, അടികൾ ജീവിതത്തിലെ കുറവുകളെ ഒന്ന് കണ്ടുപിടിക്കുവാൻ തക്കണം. ഇന്ന് രാത്രികാലം ദൈവത്തിൽ ആത്മാവ് സഹായിച്ചതിനായി സ്തോത്രം കർത്താവെ. അടികൾ ജീവിതത്തിലെ കുറവുകളെല്ലാം ക്ഷമിച്ച് കർത്താവ് അടികളെ തന്നെ കണ്ട് പ്രാർത്ഥിപ്പാൻ, അടികളെ തിരുസന്നിധി താഴ്ത്തുവാൻ, അടികളെ ഇന്ന് രാത്രികാലം കർത്താവ് സഹായിക്കുമാറായിരുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവസന്നിധി അടികളാകേണ്ടവണ്ണമാകുവാൻ സഹായിക്കണമേ. ദൈവസന്നിധിയോട് അടികൾ വളരെ ദൂരത്തായി പോയ അവസ്ഥയായിരുന്നു. അടികളെ കർത്താവയോട് മടക്കി വിളിച്ച് തിരുസന്നിധിയോട് നാക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. ദാസനെ കുടുംബാട്ടോട് അനുഗ്രഹിക്കുമാറാകണമേ. ഈ ഭവനങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സൂക്ഷിക്കണമേ. അടികൾ മടക്കാതിൽ കുറവ് കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടികൾ വീണ്ടും ഒരുമിച്ച് കാണുമ്പോഴേയും അവിടുത്തെ വിരിക്കപ്പെട്ട ചെറിയ സൂക്ഷിക്കണമേ. ദൈവകുറവിൽ അടികളെടുത്ത് പൊതിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എവിടെയായിരുന്നാലും പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും അടികൾ ഓരോരുത്തരും കർത്താവ് സഹായിച്ചാണ്. അടികൾ മടങ്ങി പോകുന്ന സാന്നിധ്യം കൂടെ ഇരിക്കണം. പ്രാർത്ഥനഘടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. അനുഗ്രഹത്തോടെ ഇപ്പോ വായേക്കാ
ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കായി സ്തോത്രം ചെയ്യാം. അവിടുത്തെ വചനത്തിലൂടെ ദൈവാത്മാ നമ്മുടെ ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യാം. അടുത്തൊരാഴ്ച തൊട്ട് ജീവിപ്പാൻ അമാനുഷ്യ ദൈവകൃപ നമ്മൾ എല്ലാവരും ദൈവം പകരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സന്തോഷാശ്വാസം സ്വീകരിക്കാം. കുന്നുകൾ മാറിപ്പോയാലും പർവ്വതങ്ങൾ നീങ്ങിപ്പോയാലും എന്റെ ദൈവം നിന്നെ വിട്ടുമാറുകയില്ല. എന്റെ സമാധാന നിബന്ധന വിട്ടുമാറുക അള്ളി ചെയ്ത പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടും സഹവാസവും നാം പ്രാർത്ഥിക്കുകയും ഐശ്വര്യമായ ദൈവം ശുശ്രൂഷ കർത്തദാസൻ കുടുംബത്തിന്മേലും ഇവിടെ കൂടപ്പെട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ മീതെയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചെയ്യുന്ന ഇവിടെ കർത്താവിന് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ നാളും അനുഗ്രഹിക്കട്ടെ. ഐശ്വര്യമായി ഇന്ന് പകൽ വൈകിട്ട് നമ്മുടെ നടുവിൽ കടന്നു വന്ന ദൈവജന ശുശ്രൂഷ കർത്തദാസനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. ആമേൻ. അടുത്ത ആഴ്ച ഇതേ സമയം ഇവിടെ വെച്ച് മീറ്റിംഗ് ഉണ്ടാവും. വ്യാഴാഴ്ച 5 നമുക്ക് 5 ഫെലോഷിപ്പിന്റെ മീറ്റിംഗ് ഉണ്ടാകും. പ്രാർത്ഥന പൂർവ്വം കടന്നു വരിക. എല്ലാവരും ദൈവം നാളുമായി അനുഗ്രഹിക്കട്ടെ. God bless you.